ആരിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ, ഓസ്കാർ നോമിനേഷൻ നിർദ്ദേശിച്ച ഡാം 999 എന്ന സിനിമയുടെ സംവിധായകൻ, നിർമ്മാതാവ്, ജീവിത വിജയങ്ങൾ നടന്നുകയറിയ സർ സോഹൻ റോയ്. നമ്മളെപ്പോഴും പറയുന്നതാണ് കുട്ടികൾക്ക് പൈസ കൊടുത്ത് പഠിപ്പിക്കരുതെന്ന്. പക്ഷേ ഈ ഒരു മെത്തേഡിലാണ് കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ വാല്യൂ മനസ്സിലാവും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ലൈഫിൽ ആദ്യം പഠിക്കേണ്ട കാര്യം ഫിനാൻസ് മാനേജ്മെന്റ് ആണ്. മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത 25ഓളം ഫീച്ചേഴ്സ് ആ സ്കൂളിൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാവരും ഫോളോ ചെയ്യും. ആ സ്കൂളിലൊരു പകുതി കുട്ടികൾ ജീവിതത്തിൽ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണാത്ത കുട്ടികളെ കൊണ്ട് ഫിലിം ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്യുന്നു. തീരാൻ 10 ദിവസമുണ്ട്. അപ്പോൾ ഞാൻ ത്രില്ലായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ കപ്പലിന് തീ പിടിച്ച്. നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഭാവിയും വളർച്ചയും എല്ലാം തീരുമാനിക്കുന്ന ഹ്യൂമൻ റിസോഴ്സിന് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൈമാണ്. ലോകത്തിൽ ഏതാണ്ട് 25ഓളം യുണീക്ക് ഫീച്ചേഴ്സ് HR-ലുള്ള ഏക കമ്പനി ഞങ്ങളുടെയാണ്. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺടർപ്രണർ എന്ന് പറയുമ്പം ബിസിനസ് എന്ന് മാത്രമാണ് അല്ലേ? എന്നാൽ ബിസിനസ്സിലും സ്പോർട്സിലും കലയിലും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനത്തിലും എല്ലാത്തിലും മികവ് തെളിയിച്ച അല്ലെങ്കിൽ ഒരു മാതൃകയായ ഒരു വ്യക്തിയാണ് ഇന്ന് മലയാളി സക്സസ് സ്റ്റോറിയിൽ നമ്മളുടെ അതിഥിയായിട്ടുള്ളത്. അരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ, ഫൗണ്ടറായിട്ടുള്ള സർ സോഹൻ റോയ്. സർ, ഒരുപാട് സ്വാഗതം. ഒരുപാട് സന്തോഷം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺടർപ്രണറിന് മാത്രം എടുക്കുമ്പോൾ നമ്മൾ ഓൺടർപ്രണർഷിപ്പ് മാത്രമാണ്. ഒരേ സമയം സ്പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ എസ്പെഷ്യലി കല നമ്മളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങാം. സോഹൻ റോയ് സാറ് ചെറിയൊരു പ്രായമായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളതിനെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നമുക്ക് തോന്നൂല്ലോ നമ്മുടെ ഒരു ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്? ഇല്ല, ഞാനൊരു ഓൺടർപ്രണർ ഫാമിലിയിലേ അല്ല ജനിച്ചേക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ടീച്ചേഴ്സാണ്. അപ്പം അവരുടെ സ്വപ്നങ്ങൾ വേറെ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, എൻജിനീയേഴ്സ് ആക്കുക, ഡോക്ടേഴ്സ് ആക്കുക. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഡോക്ടറാണ്, എൻജിനീയർ. എൻ്റെ ബ്രദർ ഒരു നേവൽ ആർക്കിടെക്റ്റാണ്, സിസ്റ്റർ ടീച്ചറായി. അങ്ങനെ ഞങ്ങൾ വിദ്യാഭ്യാസവുമായിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ സമയം തൊട്ട് തന്നെ സ്വന്തമായിട്ട് എൻ്റെ ടൈമിൻ്റെ വില അറിഞ്ഞ് ജീവിച്ചൊരു വ്യക്തിയാണ്. അതായത് എൻ്റെ സമയം ഞാൻ, അതായത് എല്ലാവരും നമ്മൾ പോക്കറ്റ് മണി സ്കൂളിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നൊന്നെങ്കിൽ അടിച്ചു മാറ്റില്ലാണല്ലോ മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ എൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാര്യം അച്ഛൻ അറിഞ്ഞോ അറിയാതെ പഠിപ്പിച്ചതായിരിക്കാം. അന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഒരു ജോബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 10 പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ടൈമിൻ്റെ വില അറിയാം. അപ്പോൾ എനിക്ക് പോക്കറ്റ് മണി കൂടുതൽ വേണമെങ്കിൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് വർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കും, മനസ്സിലായില്ല. അപ്പോൾ മാർക്കറ്റിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ അരി പിടിക്കാൻ പോവുക, അങ്ങനെ ഓരോ പണികളുണ്ട്. അപ്പോൾ എല്ലാത്തിനും പണി കഴിയുമ്പോൾ അച്ഛന് പൈസ തരും. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് എപ്പം പണം വേണോ ജോലി എടുത്താൽ മതി എന്നറിയാം. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ എൻജിനീയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ റിട്ടയറായി. അപ്പോൾ നമുക്ക് പണം വേണം. അപ്പോൾ അതിനുവേണ്ടി സ്വന്തമായിട്ട് തൊഴിൽ ചെയ്തേ പറ്റത്തുള്ളൂ. എൻജിനീയറിങ് ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റി തന്നെ, ഒരു ഡ്രൈ ക്ലീനിങ് ഷോപ്പ്, ഒരു ടൈപ്പിംഗ് സെൻറ്റർ. അപ്പോൾ അത് പഠിത്തം കഴിച്ചിട്ട് അവിടെ പോയിട്ട് അത് നോക്കണം. പകൽ നോക്കാൻ ആളിനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സുഖമുണ്ട്. എനിക്ക് പണത്തിൻ്റെ ഒരു ഷോർട്ടേജേ വന്നിട്ടില്ല. എനിക്കറിയാം ജോലി എടുക്കുന്നു. പക്ഷേ അതിൽ കോംപ്രമൈസ് ചെയ്യുന്നത് വൈകിട്ട് കളിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പണിയെടുക്കണം. പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസ് ഫീൽ ചെയ്ത്, അത് ശരിക്കും പറഞ്ഞാൽ ഓൺടർപ്രണർഷിപ്പിലേക്കുള്ള ഫസ്റ്റ് ഒരു കോൺഫിഡൻസ് വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എനിക്കറിയാം എനിക്കിത് കഴിഞ്ഞാൽ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് കഴിഞ്ഞാലും എവിടെയെങ്കിലും പോയി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിനെയും ആ ഫീൽഡ് തന്നെ വേണമെന്നില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അതായിരുന്നു ഓൺടർപ്രണർഷിപ്പിന്റെ ഒരു ബേസിക് ഒരു കോൺഫിഡൻസ് വന്ന അവിടെ നിന്നാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് കുട്ടികൾക്ക് പൈസ കൊടുത്ത് പഠിപ്പിക്കരുതെന്ന്. പക്ഷേ ഈ ഒരു മെത്തേഡിലാണ് കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ വാല്യൂ മനസ്സിലാവും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഏരിയസ് ഗ്രൂപ്പിനകത്തുള്ള എല്ലാ സ്റ്റാഫിൻ്റെയും കുട്ടികളുടെ മെൻറ്ററിങ്ങാണ്. അപ്പോൾ അവർക്ക് ഏൺ ആൻഡ് ലേൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം നമ്മൾ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ എഡ്യൂക്കേഷൻ അലവൻസ് കുട്ടികളടുത്ത് പറയുന്നത് അത് നിങ്ങൾക്ക് നമ്മൾ തരുന്നെങ്കിൽ അത് പോക്കറ്റ് മണിയായിട്ട് നിങ്ങളുടെ പേരൻസിനെ കിട്ടണമെങ്കിൽ യു ഡു സം വർക്ക്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടികളെ കൊണ്ടൊരു മാസം ഒരു 20 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യുക, എന്നിട്ട് അത് കൊടുക്കുമ്പോഴേ അതിന് വാല്യൂ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ എല്ലാ മാസവും ഇവരെ അഡ്രസ്സ് ചെയ്യും. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇവർക്കൊരു 20 മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ഒരു ഹോംവർക്ക് കൊടുത്തിട്ടേ വരുന്നു. ഹോംവർക്ക് എന്ന് വെച്ചാൽ അത് സാധാരണ സൈൻ തീറ്റ കോസ് തീറ്റ അല്ല.
അതായത് നമ്മളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള റിട്ടേൺ നമുക്ക് വേണം. അപ്പോൾ അതിനത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. ഡെയിലി നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ സിലബസിനകത്തില്ല. നമ്മൾ മറ്റേ അക്ബറിൻ്റെ ഭരണപരിഷ്കാരം അതൊക്കെ പഠിച്ച് 19,000 മണിക്കൂർ അങ്ങ് വേസ്റ്റ് ചെയ്തു. പക്ഷേ അവസാനം അറിഞ്ഞിരിക്കേണ്ട ഒരു കാപ്പിയിടാൻ പോലും അറിയാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ സിലബസിനകത്ത് വരുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡിഷ് ഉണ്ടാക്കാൻ പഠിക്കണം എല്ലാ കുട്ടികളും. അപ്പോൾ അതിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അത് നമ്മുടെ വീട് തന്നെയല്ലേ. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫസർ ആരാണ്? നമ്മുടെ അമ്മയും അച്ഛനും അല്ലേ നമ്മുടെ ബെസ്റ്റ് പ്രൊഫസേഴ്സ്. അപ്പോൾ അമ്മയോട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ സന്തോഷം എത്രയാണ്, അതിൻ്റെ ക്വാളിറ്റി ടൈം മനസ്സിലാക്കുക. നമ്മൾ തൊഴിൽ പഠിക്കുക. തൊഴിലല്ല, നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള ഒരു കാര്യം പഠിക്കുന്നത്. ഒരു കറി ഉണ്ടാക്കാൻ എത്ര നേരം വേണം? അപ്പം അതൊരു 2-3 തവണ ഒരേ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല കോൺഫിഡൻസ് ആയി നമുക്ക്. ഒരു വർഷം മതി ഒരു 25 ഡിഷ് പഠിക്കാനായിട്ട്, മനസ്സിലായില്ലേ? അപ്പം അമ്മയ്ക്കുള്ള അപ്പം അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ എപ്പോഴും എല്ലാവരുടെയും വിഷമം എന്താണ്? അമ്മയുടെ ഫുഡ് മിസ്സാവുന്നത്. അത് കല്യാണം കഴിച്ചാലും പറയും ഭാര്യയ്ക്ക് അമ്മയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് വീഴുമ്പോഴേ മുലപ്പാൽ കഴിഞ്ഞാൽ നമ്മുടെ ജീനിലേക്ക് കയറുന്ന ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ്. അമ്മ വലിയ കുക്കൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ അമ്മയുടെ ഫുഡാണ് നമ്മുടെ ബോഡി അതിനനുസരിച്ച് ട്യൂണ്ടായി. പക്ഷേ അത് മിസ്സാവാതിരിക്കണമെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് ചെയ്യണം. പക്ഷേ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ അമ്മമാർ ഇതൊട്ട് പഠിപ്പിച്ച് കൊടുക്കത്തുമില്ല. അവർ ചോദിക്കുന്നത് നീ പോയിട്ട് എൻ്റെ അടുത്ത് വാ, ഇതായിരിക്കും അവരുടെ ഉദ്ദേശം. എന്തോ അത് നടക്കുന്നില്ല. അപ്പം എല്ലാ പേരൻസിൻ്റെയും ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്. അവരുടെ ഒരു വലിയ ഉത്തരവാദിത്വം നേരെ എടുത്ത് ഈ സ്കൂളിലേക്കും കോളേജിലേക്കും, സ്കൂളിലും കോളേജിലുള്ള ടീച്ചേഴ്സിന് എന്താണ് അവർക്ക് സാലറിക്ക് വർക്ക് ചെയ്യുന്നതാണ്. അതിൽ 100 പേരിൽ 1-2 പേരുണ്ടാവും നല്ല റിയൽ മെൻറ്റേഴ്സ്. അത് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം, അങ്ങനെയുള്ളവരെ കിട്ടണമെങ്കിൽ. അല്ലാത്തവരെല്ലാം അവർ വന്ന് അവരുടെ ഒരു സിലബസ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് അവർ പഠിപ്പിച്ചിട്ട് പോകും. നീയൊക്കെ പഠിച്ചാൽ പഠിക്കടേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അത് മാറിയിട്ട് ഞാനാണെങ്കിൽ ഈ കുട്ടികളെ എൻ്റെ സ്വന്തം മക്കളുടെ കണക്കാണ് നോക്കുന്നത്. അപ്പോൾ അവർ നാളെ അവരുടെ ലൈഫിൽ ഞാൻ അവരുടെ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ലൈഫ് ലോങ് ഗുണം ചെയ്യണം. അങ്ങനെയാണ് ഓരോ അസൈൻമെൻറ്റ്സ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. ഈവൻ അതിനകത്ത് ഓൺട്രപ്രണേഴ്സിനെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം കൊടുക്കുന്ന ടാർഗറ്റ്സ് ആ ഗ്രൂപ്പിനകത്തു നിന്ന് CEOs ഉണ്ടാവണം. അവർ സ്വന്തമായിട്ട് കമ്പനി ഫോം ചെയ്യണം, മനസ്സിലായി? അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ ഈവൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് വരെ നമ്മൾ കൊടുക്കും. ഈവൻ കുട്ടികൾക്ക് ക്രിപ്റ്റോ അക്കൗണ്ട് വരെ ഉണ്ട്. ആ ലെവൽ അവർ വേറൊരു ലെവൽ, ഒരു ന്യൂ ജനറേഷനെ നമ്മൾ വേറൊരു AI വേൾഡിലേക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോവാണ്. ഓരോന്നും അവരുടെ ഫിനാൻസ് മാനേജ്മെൻറ്റ്. നമ്മൾ ലൈഫിൽ ആദ്യം പഠിക്കേണ്ട കാര്യം ഫിനാൻസ് മാനേജ്മെൻറ്റാണ്. ആ ഫിനാൻസ് മാനേജ്മെൻറ്റ് പഠിച്ച് തുടങ്ങേണ്ടത് നമ്മുടെ പോക്കറ്റ് മണിയെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണി എത്രയോ ആയിക്കോട്ടെ, അതിനുള്ളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ട. ലൈഫിൽ നമ്മളുടെ വരുമാനം എത്രയാണെങ്കിലും അതിൻ്റെ ഒരു 90% നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സിലബസിൽ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുണം, ഇപ്പം നിങ്ങളൊരു തൊഴിൽശാലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സാലറി കിട്ടിയാലും നിങ്ങളുടെ പ്രോബ്ലം തീരത്തില്ല. അത് നിങ്ങളുടെ സിഇഒയുടെ സാലറി ചിലപ്പോൾ 10 ഇരട്ടി ആയിരിക്കും, പക്ഷേ സിഇഒയുടെ റിക്വയർമെൻറ്റ് അതിലും കൂടുതലായിരിക്കും. പക്ഷേ ഫിനാൻസ് മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ, അപ്പം സ്ഥാപനങ്ങൾ തന്നെ ശരിക്കും ആദ്യം ട്രെയിനിങ്ങിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എംപ്ലോയീസിന് ഫിനാൻസ് മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരാവശ്യമില്ല ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് ചെയ്യത്തില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ അതൊരു ട്രെയിനിങ് സെഷൻ തന്നെയാണ് ഫിനാൻസ് മാനേജ്മെൻറ്റ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം കറക്റ്റ് അവരെ ട്രെയിൻ ചെയ്ത് എല്ലാവർക്കും ബഡ്ജറ്റ് ഉണ്ടാക്കാനുള്ള ഗൈഡൻസ് കൊടുത്തു കഴിയുമ്പം എല്ലാവരും നമ്മുടെ ലൈഫിൽ ഗോള് ഹാപ്പിനെസ് ആയിട്ട് വെക്കുമ്പം ആ ഹാപ്പിനെസ്സിനെ സ്പോയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ ഫിനാൻസ് മാനേജ്മെൻറ്റിലുള്ള അപാകത, മനസ്സിലായില്ലേ? അപ്പം അതിലാണ് എല്ലാവരും പെട്ടിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതന്നെ എന്തിനാണ്? ഈ 24 മണിക്കൂറിലെ ഏറ്റവും പ്രൈം ടൈമായ ഓഫീസിലാണെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു അന്നം ഉണ്ടാക്കാനുള്ള മാർഗ്ഗത്തിന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ പരാജയം. അപ്പോൾ അതാണ് ഈ കുട്ടികളെയൊക്കെ നമ്മൾ ആ തുടക്കം തൊട്ടേ കുട്ടികളിലെ തുടങ്ങണം, മനസ്സിലായി? അതൊരു ശീലമാക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ കടം വെച്ച് ഞാൻ ആകെ കടം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി തുടങ്ങാൻ നേരം എൻ്റെ കയ്യിൽ പണമില്ല. ആ സമയത്ത് മാത്രമാണ് ഞാൻ കടം എന്ന് പറയുന്നൊരു സാധനം, ഏരിയസ് ഗ്രൂപ്പ് തുടങ്ങി വെറും 50 ദിറംസിനാണ്. അപ്പം ആ സമയത്ത് മാത്രമാണ് ഞാൻ പണം എടുത്തേക്കുന്നത്. അത് കൃത്യമായിട്ട് തിരിച്ച് കൊടുക്കേണ്ടത് രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കടക്കാരനായിട്ട് നമ്മൾ ജീവിക്കരുത്. ബാധ്യതകൾ നമ്മൾ ഉണ്ടാക്കരുത്. 1 രൂപയെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് എടുത്താൽ അത് തിരിച്ചു കൊടുക്കണം. അത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചേക്കുന്നതാണ്. ഒരാളുടെ പോലും പറ്റിച്ചായിട്ട് എനിക്കറിയില്ല.
വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. അത് അച്ഛനും അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരം നല്ല ക്വാളിറ്റീസ് പഠിപ്പിക്കാനുള്ള ഒന്നും നമ്മുടെ സിലബസിൽ ഇല്ല. അതെ. അപ്പം അതാണ് ഏറ്റവും ഞാൻ നോക്കിയിട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരിഞ്ഞു നോക്കുമ്പം ഉള്ള കാര്യം അത് തന്നെയാണ്. ഞാൻ കുറേ സമയം നഷ്ടപ്പെടുത്തി. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണ്. അതിൽ ഒരു മകള്, 2 പേർക്ക് നല്ല എഡ്യൂക്കേഷനാണ്. ഞാൻ വിചാരിച്ചു നേരെ സ്കൂളിലേക്ക് നല്ല സ്കൂളിലേക്ക് അയച്ചാൽ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, കോളേജിലേക്ക് അയച്ചാൽ കഴിഞ്ഞു. അവർക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, നല്ല സ്കൂളും കൊടുത്തു, മാസ്റ്റേഴ്സും കഴിഞ്ഞ് അവർ നെവൽ ആർക്കിടെക്ചർ 2 പേരും എടുത്തു, എന്നെ പോലെ തന്നെ ഷിപ്പ് ഡിസൈനിൽ. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഒരാൾ പറയുന്നത് എൻ്റെ ഫീൽഡിലാണ്. ആർക്കും നഷ്ടം? എൻ്റെ മകളുടെ 50,000 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നഷ്ടമായി, എഫേർട്ട് നഷ്ടമായി, ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നഷ്ടമായി. കാര്യം ആ തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ മകളെ കൊണ്ടുവന്ന് എൻ്റെ ഏരിയസ് ഗ്രൂപ്പിൻ്റെ ഏതാണ്ട് 25ഓളം ഡിവിഷൻസിലാണ് ട്രൈ ചെയ്തത്. ഒരു 6 മാസം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നിലും ഹാപ്പിനെസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ടേക്ക് എ ബ്രേക്ക്. എന്നിട്ട് 6 മാസം കൊണ്ട് എന്താ ഫീൽഡ് കണ്ടെത്താൻ പറഞ്ഞ് അങ്ങനെ മോള് തന്നെ കണ്ടെത്തിയാണ് ഹിപ്നോതെറാപ്പിയിൽ. ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. അതിൽ മൾട്ടി ലെവൽസ് പോയി. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ദ ഫേമസ് ഹിപ്നോതെറാപ്പിസ്റ്റ് ഓഫ് ദുബായ്. അപ്പോൾ ഷീ ഈസ് എൻജോയിങ് ലൈക്ക് എനിത്തിങ്. ഏരിയസ് ഗ്രൂപ്പിൽ HR-നകത്ത് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് എനിക്ക് എൻ്റെ മകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ പേരൻസിനും ഇത് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കരിയർ ഡിസൈൻ എന്ന് പറയുന്ന ഒരു വിപ്ലവകരമായ കാര്യത്തിലേക്ക് ഞങ്ങൾ ഈയിടെയായിട്ട് ഇറങ്ങിയിരുന്നത്. അത് ഞാനൊരു 5 വർഷത്തെ പ്രോജക്റ്റ് ആയിട്ട് എടുത്തേക്കുക. ഞാൻ എപ്പോഴും ലൈഫിൽ ചെയ്യുന്നത് ഒരു 5 വർഷമാണ്. ഞാൻ 5 ഇയർ പ്ലാൻസ് പോലെയാണ്. ഒരു നല്ല ഇന്നോവേറ്റീവ് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 5 വർഷം അത് തട്ടിക്കയറ്റും. അപ്പോൾ അങ്ങനെ ഒരു 5 ഇയർ, ഇപ്പോൾ 2 ഇയേഴ്സായിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ, നമ്മുടെ സ്റ്റാഫിൻ്റെ കുട്ടികളിൽ ആദ്യം പരീക്ഷിക്കണം. ഇത് കഴിഞ്ഞ് ഇപ്പം അട്ടപ്പാടിയിൽ ഒരു ട്രൈബൽ സ്കൂളുണ്ട്, അവിടെയാണ് പരീക്ഷണശാല ഇപ്പം. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ആ സ്കൂളിൽ ഇതൊരു 5 വർഷം കൊണ്ട് നമ്മുടെ കൺസെപ്റ്റിലുള്ള ഈ ഒരു പാരലൽ എഡ്യൂക്കേഷൻ, സപ്ലിമെൻ്ററി എഡ്യൂക്കേഷനാണ്, അത് കൊടുത്ത് ആ സ്കൂളിലെ ഓരോ കുട്ടിയെയും ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റി അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ആ സ്കൂളിനെ ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റിയാൽ എല്ലാ സ്കൂളും അത് ഫോളോ ചെയ്തില്ലേ? തീർച്ചയായിട്ടും. കാര്യം അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥലത്തെ ഒരു ട്രൈബൽ സ്കൂളിൽ നമുക്കത് പറ്റുമെങ്കിൽ എല്ലായിടം പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങൾ ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ റഗ്ബി ക്ലബ്ബ്, ബേസ്ബോൾ ക്ലബ്ബൊക്കെ ഉള്ള ഏക സ്കൂൾ അതാണ്. ഫിലിം ക്ലബ്ബ് ഉണ്ട്, അവർ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന, അങ്ങനെ അവർ ചെയ്യാത്ത പരിപാടികളില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് തന്നെ ഞങ്ങൾ 10 പേരെ അവിടുന്ന് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പ്രോജക്റ്റ് അനുസരിച്ചിട്ട് അവർ അവിടുന്ന് ഒരു 5 വർഷമാണ് ഒരു കുട്ടി ഈ ഒരു സ്കീമിൽ വരേണ്ടത്. 5 വർഷത്തിനുള്ളിൽ അവരുടെ മുന്നിലേക്ക് നമ്മളൊരു 200 ഇൻഡസ്ട്രിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ 200 ഇൻഡസ്ട്രിയിലെ ഏതോ ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ഇവർക്ക് പോകേണ്ടത്, മനസ്സിലായില്ലേ? അപ്പം അവരുടെ ടാലൻറ്റിനും പാഷനും അനുസരിച്ചിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയെ കൊണ്ട് തന്നെ ഈ സ്കൂളിൽ ഒരു 10 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 2000 കുട്ടികൾ ആ സ്കീമിലേക്ക് കയറിയില്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ആ സ്കൂളിനെ വാർത്തെടുത്തു കഴിഞ്ഞാൽ അതായിരിക്കത്തില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂൾ. ഒരു 25ഓളം ടാർഗറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത 25ഓളം ഫീച്ചേഴ്സ് ആ സ്കൂളിൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പം അത് എല്ലാവരും ഫോളോ ചെയ്യും. അതിപ്പോൾ ഓൾറെഡി മീഡിയാസ് അത് ക്യാരി ചെയ്യാൻ തുടങ്ങി. പല സ്കൂളിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ ചെയ്യുന്നത് അവിടെ ആദ്യം ഒരു തിയേറ്റർ ക്ലാസ് റൂം ചെയ്യും. അപ്പോൾ കാര്യം അധ്യാപകരില്ല ഈ കൺസെപ്റ്റിന്, സ്വയം പഠിക്കുക. അപ്പോൾ ഇവരുമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിക്ക് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു തിയേറ്റർ ക്ലാസ് റൂം ചെയ്യും. അതൊരു 50 പേർക്ക് ഇരിക്കാവുന്നൊരു തിയേറ്റർ ക്ലാസ് റൂം. അപ്പോൾ അത് അവിടെ ആദ്യം ഫിലിം ക്ലബ്ബ് തുടങ്ങും. ഇത് എത്ര ക്ലാസ് മുതലാണ്? 12 വയസ്സ് കഴിയുമ്പോഴാണ്. അപ്പം ആദ്യം ഞങ്ങൾ ചെയ്തത് 2 ആഴ്ച ഞാനൊരു ആവശ്യത്തിന് ആ സ്കൂളിൽ പോയതാണ്. വായനാശീലം വളർത്തുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു പത്രം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഈ സ്കൂളിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നത്. അവിടെ ഒരു 40 കിലോമീറ്റർ റേഡിയസിൽ ഒരു സ്കൂളാണുള്ളത്, മനസ്സിലായില്ലേ? അത്രയും ബുദ്ധിമുട്ടിയാണ് കുട്ടികൾ വരുന്നത്. അപ്പം അവിടെ ഒരു 2 ആഴ്ച കൊണ്ട് ഞങ്ങളൊരു തിയേറ്റർ അങ്ങോട്ട് സെറ്റ് ചെയ്തു. 4K അറ്റ്മോസ്, നല്ല ഒരു പ്രൊഫഷണൽ തിയേറ്റർ. അന്നേരം അറിയുന്നത് ആ സ്കൂളിലെ ഒരു പകുതി കുട്ടികൾ ജീവിതത്തിൽ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഫിലിം ക്ലബ്ബ് അങ്ങോട്ട് ഫോം ചെയ്തു. ഈ സിനിമ കാണാത്ത കുട്ടികളെ കൊണ്ട് ഫിലിം ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്യുന്നത്. അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ മൊബൈലൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ. അവർക്ക് 2 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തു, എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം, കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ന്യൂട്ടൺസ് ലോ പുസ്തകം നോക്കി പഠിക്കുന്നതിന് പകരം യൂട്യൂബിൽ നിന്നുള്ള കണ്ടന്റ്സ് വെച്ചിട്ട് അവർക്ക് തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഒരു കണ്ടന്റ് ഉണ്ടാക്കാം. അപ്പോൾ അവർക്കൊരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്തു.
അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടത്തിയപ്പോഴത്തേക്ക് ഒരു മാസത്തിനുള്ളിൽ 12 ഷോർട്ട് ഫിലിം അവർ ചെയ്തു. അപ്പോൾ അവർ ആ ട്രാക്കിലേക്ക് കയറി. അവരാണ് ആ തിയേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടീച്ചേഴ്സൊന്നും വേണ്ട. അവർ ടീച്ചേഴ്സിനേക്കാളും വളരെ അഡ്വാൻസ് ആയി കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ അവരെ കൊണ്ട് തന്നെ അവരുടെ കാര്യം ആ ക്ലാസ്സിലെ 50 പേര് 50 ഡയറക്ഷൻ പോകേണ്ടവരാണ്, മനസ്സിലായില്ല? അപ്പോൾ ഓണേ റൊട്ടേഷൻ ബേസിൽ പല കുട്ടികളും അവിടെ വരും. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഒരു തവണ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടന്റ് പിന്നെ അത് അവർ ഷൂട്ട് ചെയ്ത് കണ്ടന്റ് അവർ റെക്കോർഡ് ചെയ്ത് കണ്ടന്റ് ആക്കും. ആ കണ്ടന്റ് പിന്നെ മറ്റു കുട്ടികളെ കാണിക്കാൻ തിയേറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അതിനകത്ത് ഫുള്ളി ഫോക്കസ്ഡ് ആണ്. നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മുടെ ക്ലാസ് റൂംസാണ്. ഗവൺമെൻറ് റൂൾ അനുസരിച്ചിട്ട് ക്ലാസ് റൂമിനകത്ത് ഇത്ര വിൻഡോ വേണം, അതായത് സ്റ്റുഡൻറ്റിനെ ഫോക്കസ് ഔട്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതേസമയം അവർ മനസ്സിലാക്കുന്നില്ല തിയേറ്റർ ക്ലാസ് റൂമിൻ്റെ ബ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മളൊരു തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ എത്ര മൊബൈൽ അഡിക്റ്റ് ആണെങ്കിൽ പോലും മൊബൈൽ പോലും നമ്മൾ മറന്നു പോകും. ആ സിനിമ കണ്ട് കഴിയുമ്പോൾ ആ സിനിമയിൽ എന്ത് സംഭവിക്കുന്നത്, ഒരു 200 പേജോളം വരുന്ന ഒരു സ്ക്രിപ്റ്റിനെ സംവിധായകൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് ഒരു നോട്ട് പോലും എഴുതിപ്പിക്കാതെ ഒരു 3 മണിക്കൂർ കൊണ്ട് ഇടിച്ചു കയറ്റിയാണ്. അതാ പറഞ്ഞു. ഇപ്പോൾ ടൈറ്റാനിക് മൂവി നിങ്ങൾ എന്ന് കണ്ടതാണ്, ഇന്നും ഓർത്ത് വെക്കുന്നില്ല. ജെയിംസ് ക്യാമറൂൺ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ? അത് ലോകം മുഴുവൻ കാണുന്നില്ല. അതേസമയം നമ്മൾ ആലോചിക്കേണ്ട ടൈറ്റാനിക് നമ്മൾ കണ്ടതൊക്കെ ഇംഗ്ലീഷിലാണ്. ജസ്റ്റ് ആ ടൈറ്റാനിക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് ഒക്കെ ഉണ്ട്, വളരെ ഈസിയായിട്ട് ലിപ്സിംഗിൽ നമുക്ക് മലയാളത്തിൽ ഇത് കാണാൻ പറ്റും. മലയാളത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിലും മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന സിനിമകളുടെ എണ്ണം എടുത്തോളൂ, അതിനകത്ത് ബഹുഭൂരിപക്ഷവും നിങ്ങളുടെ മാതൃഭാഷയിലുള്ള സിനിമയെ കാണത്തുള്ളൂ. അത് ബ്രെയിൻ അങ്ങനെയാണ്. ബ്രെയിൻ അല്ലെങ്കിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതൊരു കമ്മ്യൂണിക്കേഷൻ ലോസ് അവിടെ വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ നടത്തേണ്ടത് മദർ ടങ്ങിലാണ്. പല രാജ്യങ്ങളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അവരുടെ മദർ ടങ്ങിലേ അവർ പഠിപ്പിക്കത്തുള്ളൂ. നമ്മളിവിടെയാണ് നമ്മൾ ഫിസിക്സ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നത്, മനസ്സിലായില്ല? അതുകൊണ്ട് വേറെ ചില ഗുണങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ നമ്മളുടെ ഇതിനകത്ത് നമ്മളെപ്പോഴും ഈ കണ്ടന്റ് ബേസ്ഡ് ആകുമ്പോഴുള്ള ബ്യൂട്ടി, ഇതിൻ്റെ ഓഡിയോ ട്രാക്ക് നമുക്ക് എത്ര വേണേലും മാറ്റാം, ഏത് ലാംഗ്വേജിലേക്ക് വേണേലും മാറ്റാം. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാഷനും എഡ്യൂക്കേഷനും തമ്മിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പാഷനും മനുഷ്യന് ടാലൻറ്റ്, ദൈവം നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ഈ ജീവനകത്ത് കയറിയിരിക്കുന്ന സാധനം ടാലൻറ്റ്, അതെല്ലാവരും ജനിച്ച് വീഴുന്ന ഒരു പർട്ടിക്കുലർ ടാലൻ്റായിട്ട് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുപോലെ നമുക്ക് ഒന്നിനോട് പാഷൻ ഉണ്ടാവും. പാഷൻ ഉണ്ടെന്ന് കരുതി അതിൽ ടാലൻറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ പാഷനെയും ടാലൻറ്റിനെയും പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ നേടുന്ന സ്കില്ലിനും എല്ലാം വെച്ചിട്ടുള്ള പ്രൊഫഷനാണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യും. ഇപ്പം ഞാനൊരു റോങ് കരിയർ ഡിസൈൻ്റെ വ്യക്തമാണെന്ന് പറയാം. കാര്യം എൻ്റെ സ്കൂൾ ഡേയ്സിൽ ഒരു 10 വയസ്സ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംവിധാനത്തിലേക്ക് പോയ വ്യക്തി ഞാൻ. നാടകം ആദ്യമായിട്ട് സംവിധാനം ചെയ്തത് കലാപ്രവർത്തനമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടും. നമ്മുടെ ലൈഫിൽ എന്താ വേണ്ടത്? ഹാപ്പിനെസ് അല്ലേ വേണ്ടത്? അപ്പോൾ എനിക്ക് പുസ്തകം പഠിക്കുന്നതിനേക്കാളും എന്നെ ഹാപ്പി ആക്കുന്നത് ഇത്തരം കലാപ്രവർത്തനത്തിലായിരുന്നു. പക്ഷേ അതല്ല നമ്മുടെ ഇപ്പോൾ എൻ്റെ ബ്രദർ നേവൽ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് ഞാനും ആ നേവൽ ആർക്കിടെക്റ്റ് ആയി. പക്ഷെ അങ്ങനെയല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നത് നേവൽ ആർക്കിടെക്ചർ കഴിയുമ്പോഴാണ്. എൻ്റെ മകൾക്ക് പറ്റിയ അതേ കാര്യമാണ് എനിക്ക് അന്ന് സംഭവിച്ചത്. അപ്പോൾ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി ഈ ഫീൽഡിൽ പോയാൽ എനിക്ക് വർക്ക് ചെയ്യാൻ കാര്യം വളരെ റെയർ കോഴ്സാണ്. ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ജർമ്മനിയിൽ നിന്ന് പ്രൊഫസേഴ്സ് വന്നിട്ടാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി വന്നിട്ട്. ഇത് റെയർ കോഴ്സായിട്ട് ഇവിടെ പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പം അവിടുന്ന് പ്രൊഫസേഴ്സ് വന്നിട്ടാണ് ഞങ്ങൾ ഈ കോഴ്സ് തുടങ്ങിയത്. അതുകൊണ്ട് പഠിച്ചിറങ്ങിയാൽ അന്നേരം തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയാൽ തൊഴിൽ കിട്ടും. പക്ഷേ എനിക്കറിയാം ഞാൻ പോയി തൊഴിൽ കിട്ടും, പക്ഷേ ഹാപ്പിനെസ് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക. അങ്ങനെ ഞാൻ വിചാരിച്ചത് അവസാന ചാൻസാണ്, ഈ ലാസ്റ്റ് ബസ് നമ്മൾ മിസ്സാക്കി കഴിഞ്ഞാൽ പോലും എന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ ഒരു ബ്രേക്ക് അങ്ങോട്ട് എടുത്തു. ഒരു 6 മാസം ഞാൻ അതിനുവേണ്ടി മാറ്റാൻ തീരുമാനിച്ചു. നേരെ കമൽ സാറിൻ്റെ അടുത്ത് സംവിധാനം പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ അത് സിനിമ കുറേ പഠിച്ചു. 6 മാസം കൊണ്ട് ഞാൻ കുറേ സിനിമയെക്കുറിച്ച് പഠിച്ചു. പക്ഷേ സാറെന്ന് 6 മാസത്തിലൊരിക്കലും ഒരു സിനിമ എടുക്കുന്നത്. അപ്പം ഞാൻ കോഴ്സ് കഴിയുന്ന സമയത്താണ് പൂക്കാലം വരെ എൻ്റെ ഷൂട്ട് കഴിയുകയാണ്. പിന്നെ 6 മാസം കഴിയുമ്പോഴേ അടുത്ത സിനിമ വിഷ്ണു ലോകം. ഞാനും നടൻ ദിലീപ് ഒരേ ദിവസമാണ് സംവിധാനം പഠിക്കാനായിട്ട് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ അന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് 2 ദിവസം മുമ്പ് തുടങ്ങിയിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് ഷൂട്ട് ഓൾറെഡി തുടങ്ങി, ആവശ്യത്തിന് അസിസ്റ്റൻസ് ഉണ്ട്, ഇനി അടുത്ത പടത്തിൽ വരാം. അടുത്ത പടം പിന്നെ ഞാൻ 6 മാസം കളയണം. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായി. ഇതെന്താണ്? കാര്യം വീട്ടിൽ ഭയങ്കര പ്രഷർ. ഞാൻ ഈ ജോലിക്ക് പോകാതെ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നു. ഞാനും സ്വയം ചോദിച്ചു, ഞാനും സമയം കളയുന്നു, 6 മാസം റിസൾട്ട് ഇല്ലാതെ നിൽക്കുന്നു. അതിനെന്താ സൊല്യൂഷൻ നോക്കിയപ്പം ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, മർച്ചൻ്റ് നേവിയിൽ പോവുക. മർച്ചൻ്റ് നേവിയിൽ 6 മാസം നമ്മൾ സെയിൽ ചെയ്താൽ 6 മാസം നമുക്ക് അവധി കിട്ടും. അപ്പോൾ അന്നേരം സിനിമയ്ക്ക് വരിക, ഇഷ്ടംപോലെ പൈസയും കിട്ടും, മനസ്സിലായി. അങ്ങനെ മർച്ചൻ്റ് നേവിയിലേക്ക് പോവുകയാണ്. മർച്ചൻ്റ് നേവിയിലേക്ക് പോകുമ്പോഴാണ് ഡിസൈനേഴ്സിന് മർച്ചൻ്റ് നേവിയിൽ
വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് എല്ലാ ഞങ്ങൾക്ക് ഒരു സാധാരണ മറൈൻ എഞ്ചിനീയറിനേക്കാളും കൂടുതൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, ഷിപ്പിനെ കുറിച്ച് അറിയാം. പക്ഷേ ആസ് പെർ നിയമം നമുക്ക് മറൈൻ എഞ്ചിനീയർ ആവാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു വാശി കെടുത്തു. കാര്യം നമുക്കൊരു ലക്ഷ്യമുണ്ട്, അവിടെ കയറിയേ പറ്റത്തുള്ളൂ. ഞാൻ ബോംബെ പോയി ഒരു 100 CV പ്രിൻ്റ് ചെയ്ത് 100 എടുത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒന്നും നടക്കുന്നില്ല. അവസാനം ഒരു ക്യാപ്റ്റൻ കൽറ എന്ന് പറഞ്ഞൊരു ഒരു ഓയിസ്റ്റർ മറൈൻ്റെ ആയിട്ടുണ്ട്. പുള്ളിയുടെ പുറകെ ഞാനങ്ങ് കൂടി. പുള്ളിക്ക് തന്നെ മനസ്സിലായി ഞാനിതിൻ്റെ ഇതും കൊണ്ട് റിസൾട്ടിലായി പോയില്ല എന്ന് മനസ്സിലായി. 3ാമത്തെ മാസമായപ്പം പുള്ളി എനിക്കൊരു ജോബ് തന്ന് ഇത് ചെയ്യാൻ പറഞ്ഞു. ഒരു സർവേ ജോബ്. 3 മാസം കണ്ടിന്യൂസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കും. ഞാനൊരു 1000 രൂപയും പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ്. കാര്യം എൻ്റെ 6 മാസമായപ്പോഴത്തെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ വരുമാനമെല്ലാം നിന്ന്. അപ്പോൾ അവസാനം അച്ഛനെ എനിക്കൊരു 1000 രൂപ തന്നിട്ട് പറഞ്ഞ് 1000 എനിക്ക് തന്നിട്ട് പറഞ്ഞ് മേലെ അതിന് പൈസ ചോദിച്ചേക്കരുത് പറഞ്ഞു. നിനക്കൊരു ഉദ്യോഗമുണ്ട്, നിനക്ക് പോയി കഴിഞ്ഞാൽ അല്ല ഉദ്യോഗമല്ല, നിനക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എവിടെ പോയാലും ജോബ് കിട്ടും എന്ന് പറഞ്ഞിട്ട് 1000 രൂപ വാങ്ങിയിട്ടാണ് ഞാൻ ബോംബെക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി. ഞാൻ എല്ലാ ദിവസവും ഒരു 10 രൂപ വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ആ 10 രൂപയ്ക്ക് കൺട്രോൾ ചെയ്തിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ 6 രൂപ ഭക്ഷണം, വണ്ടിക്കൂലി, ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അവിടെ പോയി 3 മാസം ആവാറായപ്പോഴാണ് ഒന്നും ആവുന്നില്ല. ഇത് ആരും അക്സെപ്റ്റ് ഇല്ല. പക്ഷേ ഭാഗ്യത്തിന് അവസാനം ഈ ക്യാപ്റ്റൻ കൽറ എനിക്കൊരു ജോബ് തന്നു. അത് ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി. പുള്ളി വൈകിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുക്കാൻ പുള്ളി പറഞ്ഞ് നാളെ ബാഗ് എടുത്തുകൊണ്ട് പോകണം. പുള്ളിയുടെ സ്വന്തം റിസ്കിൽ അവരുടെ ഒരു ഷിപ്പിലേക്ക് വിടാമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ 6 മാസത്തെ കോൺട്രാക്റ്റിന് പോവാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ പ്ലാൻ ശരിയാണ്. 6 മാസം കൊണ്ട് അവിടെ പോയി ഷിപ്പിൽ പോയി ഭയങ്കര സാലറിയാണ്. ഈ മർച്ചൻ്റ് നേവിയുടെ ബ്യൂട്ടി അതാണ്. കുറച്ച് നാൾ നമ്മൾ ഒരു ജയിലിൽ പോലെ ആണെങ്കിലും സാലറി ഒരു 5 ഇരട്ടി, കരയിൽ കിട്ടുന്നതിൻ്റെ 5 ഇരട്ടിയാണ്. 5 പൈസ ചിലവില്ല, എല്ലാം അക്കോമഡേഷൻ ഫുഡും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാം ആ കാശ് മതി എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് കുറേ കാലം നടക്കാനായിട്ട്. അപ്പം ഞാൻ പഠിക്കുമ്പം തന്നെ എൻ്റെ ബാങ്ക് ലോൺ എടുത്തിരുന്നു. കാര്യം അപ്പം എനിക്കറിയാം ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ എനിക്ക് ഒറ്റയടിക്ക് ബാങ്ക് ലോൺ ക്ലിയർ ചെയ്യാം. ബാക്കി പൈസയ്ക്ക് സുഖമായിട്ട് സിനിമ പരിപാടി നടക്കാം. ഷിപ്പിലിരിക്കുമ്പോഴും നാളെ ഞാൻ സംവിധാനം പഠിച്ചിട്ട് സിനിമ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ അതിൻ്റെ കഥ തിരക്കഥയാൽ തലയിൽ കൂടി ഇങ്ങനെ സിനിമയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ ഒരു 10 ദിവസത്തിന് മുമ്പ് ഇങ്ങനെ ത്രില്ലായിട്ടിരിക്കും. ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ കലണ്ടർ വെട്ടും ഇങ്ങനെ ദിവസം തീരാനായിട്ട്. അതൊരു സ്റ്റോറേജ് ടാങ്കറല്ല വർക്ക് ചെയ്യുന്നത്. അതായത് ബോംബെ ഹൈയിൽ നമ്മുടെ ഈ കരയിൽ നിന്ന് ഒരു 10-12 മണിക്കൂർ ബോട്ടിൽ പോകുമ്പോഴാണ് ഈ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലം ബോംബെ ഹൈ എന്ന് പറയും. അവിടുത്തെ ഈ എണ്ണ കുഴിച്ചെടുക്കുന്ന എല്ലാം കൂടി വലിയ സ്റ്റോറേജ് ടാങ്കറിൽ വരും. വലിയ ഷിപ്പാണ്. ഈ ഷിപ്പിനകത്താണ് നമ്മൾക്ക് ജോബ്. അപ്പോൾ ഈ ഷിപ്പ് എങ്ങും പോവില്ല, അവിടെ തന്നെ കിടക്കുക. ശരിക്കും പറഞ്ഞാൽ തിഹാർ ജയിലൊക്കെ എത്രയോ ഭേദം നമുക്ക് തോന്നും. കാര്യം ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറേ എണ്ണപ്പാടം, ഇങ്ങനെ തീ കത്തുന്ന മാത്രം കാണാം ഈ ഓരോ റിഗിൽ നിന്നും. പിന്നെ കടൽക്കാറ്റ്, കടൽ മണം, ഇതിങ്ങനെ ഇരുന്ന് അതിൻ്റെ ഡെക്കി ഇരുന്ന് കഴിഞ്ഞാൽ സിനിമ മാത്രം ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കും. ജോബ് കഴിയും, ഇത് തന്നെ പരിപാടി. കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല, മൊബൈലും ഒന്നും ഇല്ലല്ലോ. കാര്യം $8 വേണം 1 മിനിറ്റ് നമ്മൾ അവിടുന്ന് റേഡിയോ വഴി വിളിക്കണമെങ്കിൽ. അത് തന്നെ ഒരു ചടങ്ങാണ്. വിളിച്ച് ലൈനൊക്കെ കിട്ടി വരാൻ വലിയ ചടങ്ങാണ്. അപ്പം പൈസ ചിലവാക്കാനും താല്പര്യമില്ല ഈ ഫോൺ ചെയ്ത്. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങിക്കൊടുക്കുക. അങ്ങനെ തീരാൻ 10 ദിവസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ത്രില്ലായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ കപ്പലിന് തീ പിടിച്ച് ഞങ്ങൾ എഞ്ചിൻ റൂമിൽ 3 എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഞങ്ങൾ 3 പേരും അത് ട്രാപ്പായി. ബാക്കി ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു അപ്പുറത്തേക്ക്. ഞങ്ങൾ 3 പേരും ഫയർ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി താഴെ പോയതാണ്. അത് ട്രാപ്പ് ചെയ്ത് എൻ്റെ സീനിയേഴ്സ് എല്ലാം ഫണൽ വഴി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോയി. എനിക്കറിയാം ഫണൽ വഴി എസ്കേപ്പ് ചെയ്താൽ നമ്മൾ ഡിസൈനറല്ലേ, ഈ ഫയറിൻ്റെ ഒരു വരവ് അനുസരിച്ച് അറിയാം ഇതെങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അതുവരെ ഞാൻ ഫയറിൻ്റെ തുടക്കം കണ്ടിയാണ് അത് കത്തി പടരുക. ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി താഴേക്ക് പോകുമ്പോൾ അറിയാം ഇതിന് ചുറ്റും ഇങ്ങനെ ഈ ഓയിൽ ഫീൽഡ് ആയതുകൊണ്ട് ഓയിൽ ഫ്യൂംസ് മൊത്തം നിറഞ്ഞിരിക്കുക ഇതിനകത്ത്. അപ്പോൾ ഇതിങ്ങനെ വെടിപ്പരയ്ക്ക് എത്തിയതുപോലെയാണ് ഇങ്ങനെ കത്തി പടരുക. അപ്പോൾ എനിക്കറിയാം ഇത് ചുറ്റും ഫയറാകും. അത് ഫണലിൽ കൂടെ പോയാൽ നമ്മൾ ട്രാപ്പായി പോകും. പക്ഷേ സീനിയേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് അവരങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ ഡിസൈനേഴ്സിന് അറിയാം എമർജൻസി എസ്കേപ്പുകളുണ്ട്. ഈ കപ്പലിൻ്റെ അകത്തുനിന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുന്നത് അത് ഇത്തിരി വെർട്ടിക്കൽ ചെറിയ ഹോൾ വഴി നമ്മൾ കയറി പോകുന്നു. അപ്പോൾ എനിക്ക് ഈ ഇതിനകത്ത് ഈ 6 മാസം കൊണ്ട് ഇതിനകത്ത് എമർജൻസി എസ്കേപ്പുകളൊക്കെ എവിടേക്കാന്നുള്ളത് നമ്മൾ ഈ ഡിസൈനർ കൊണ്ട് പെട്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ കണക്ക് നമുക്കറിയാം. ഓരോ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഇത്ര മീറ്റർ എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവും. ഞാൻ വിചാരിച്ചു എനിക്കറിയാം അതുവഴി പോകണ്ടെന്ന് വിചാരിച്ച് ഒരു സ്റ്റിയറിങ് അത് ഈ തിക്സ് ഇപ്പം നമ്മൾ ഡോർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിക് പോയിസൺ സ്മോക്കാണ്. ഇതിൻ്റെ അകത്തൂടെ വേണം, ഒന്നും കാണാൻ പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല.
ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. തപ്പി തപ്പി ഇത്ര ഡിസ്റ്റൻസ് പോകുമ്പോൾ ഇത്ര ടേണിംഗ് ഉണ്ട്, അവിടുന്ന് മുകളിലേക്ക് കയറാനൊരു ലാഡറുണ്ട്. ഇത് മനസ്സിൽ വെച്ചിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അത് മരണത്തിലേക്ക് ഇറങ്ങുക. ഞാനത് ആ ഒരു ഓപ്ഷൻ എടുത്തു. കാര്യം ഒറ്റ ശ്വാസത്തിൽ എനിക്ക് ഒന്നെങ്കിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ചാവാം. ഫണൽ വഴി പോയാൽ ഏതായാലും അത് തീരുമെന്നുള്ള ഉറപ്പാണ്. ഞാൻ ആ ഓപ്ഷൻ എടുത്ത്. മറ്റവർ രണ്ടുപേരും അതുവഴി പോയി, അവർ മരിച്ചു. ഞാൻ മാത്രം ഇതുവഴി പോയി. ഞാൻ ലാസ്റ്റ് വന്നിട്ട് ആ ലാഡർ കയറി ഇതിലിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നിടത്ത് വെച്ച് ശ്വാസം എടുക്കേണ്ടി വന്നു. കാര്യം 1 മിനിറ്റോളം ആവുന്നപ്പോഴത്തേക്ക് ഞാനത് തള്ളി തുറക്കുമ്പോഴത്തേക്ക് ഈ ശ്വാസം എടുത്ത് എൻ്റെ ബോധം പോയി. പക്ഷേ ഇത് അതിൻ്റെ മുകളിലത്തെ ഓപ്പണിങ് അങ്ങ് തുറന്നത്, അടപ്പ് തുറന്നപ്പോഴത്തേക്ക് ഈ അതിൻ്റെ ഡെക്കിൽ ഈ രക്ഷപ്പെട്ട് വന്നേക്കുന്ന ആൾക്കാർ, രക്ഷപ്പെടാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്. അവർ ഇത് അടപ്പ് തുറക്കുന്നതും ഇങ്ങനെ പുക ഇങ്ങനെ പുറത്തേക്ക് വരുന്നതും കണ്ടു. 2 കൈയും കണ്ടു. അവർ തൂക്കിയെടുത്ത് പുറത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം വന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ ഇത് പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ട് വേറൊരു റിഗിലേക്കൊക്കെ പോയി. അങ്ങനെയാണ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കരയിൽ വരുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് ന്യൂസ് ഫ്ലാഷായി, ഷിപ്പ് തീ പിടിച്ച് എഞ്ചിനീയേഴ്സ് എല്ലാം മരിച്ചു എന്നുള്ള ന്യൂസ് വന്ന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ബോഡി വരാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ശരിക്കും ഒരു 2ാം ജന്മം പോലെയാണ്. പിന്നെ എനിക്ക് ഷിപ്പിലേക്ക് തിരിച്ച്, കാര്യം ഇതിനെ സാൽവേജ് ചെയ്യാൻ വേണ്ടി പിന്നെയും പോകേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് എൻക്വയറി കുറേ ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് വിറ്റ്നസ് ഞാനാണല്ലോ ഈ മരിക്കുന്നതിന്. അപ്പം അതിന് എല്ലായിടത്തും എൻക്വയറിക്ക് പോയി എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് പൈസ എല്ലാം കിട്ടി, തിരിച്ചു വന്നു. ഞാൻ ആദ്യം തന്നെ പോയി ബാങ്കിൽ പോയിട്ട് പൈസ എല്ലാം, എൻ്റെ ലോൺ എടുത്ത പൈസ എല്ലാം അടച്ചു തീർത്തു. പിന്നെ കടമില്ല, ഇഷ്ടം പോലെ ബാക്കി പൈസയുണ്ട്. ഞാൻ എൻ്റെ മുന്നിൽ 2 ഓപ്ഷനാണ്. ഞാൻ സിനിമയുടെ പുറകെ പോകുന്നത്, 2ാം ജന്മമാണ്. ഞാൻ വിചാരിച്ചു ഈ 6 മാസം അടിച്ചു പൊളിക്കുക. അങ്ങോട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പിന്നെ ഒരു ബൈക്ക് എടുത്തു. എന്നെ കാണാണ്ടവരെ എല്ലാം കണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവിടെ ഇവിടെ എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ അവിടെ എല്ലാം 6 മാസം അങ്ങ് ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഞാൻ അതായത് സിനിമാ സ്വപ്നം ഒരു തൽക്കാലത്തേക്ക് നീട്ടി. അടുത്ത വരെ പോകാൻ വിളിച്ച്. പിന്നെ തിരിച്ച് ബോംബെ ചെല്ലുമ്പോഴാണ് ഷിപ്പ് വരാൻ വൈകി. എനിക്ക് ജോയിൻ ചെയ്ത് ഫോറിൻ ഷിപ്പിലാണ്. അന്നേരമാണ് ഈ ഗൾഫിൽ നിന്നൊരു ഓഫർ വരുന്നു. അപ്പോഴാണ് എനിക്ക് പിന്നെ ആക്കിയത്. അപ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, ഇത് 2 ഓപ്ഷൻ ഉണ്ട്. കരയ്ക്കുള്ള ജോബാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് 1-2 വർഷം വർക്ക് ചെയ്താൽ എനിക്കൊരു ബിസിനസ് അവിടെ തന്നെ തുടങ്ങിയിട്ട് കാശ് ഉണ്ടാക്കാം. എന്നിട്ട് സ്വന്തം കാശിനെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലാതെ എനിക്കാരും പൈസ തരത്തില്ല സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ ഗൾഫിൽ വന്നു. അവിടുന്ന് പണി പഠിക്കണമല്ലോ. ഒരു 1-2 വർഷം വർക്ക് ചെയ്തിട്ട് തുടങ്ങുന്നത്. 2 വർഷത്തെ ഞാൻ ടാർഗറ്റ് ചെയ്ത് 2 ഇയേഴ്സിനകത്ത് പണി പഠിക്കുക, എന്നിട്ട് എന്തെങ്കിലും തുടങ്ങാം. പക്ഷേ അത് ആദ്യത്തെ വെക്കേഷൻ എന്നെ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചു, വളരെ യങ് ഏജിൽ. അതോടെ പ്രയോറിറ്റി മാറി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വീണ്ടും 2 വർഷത്തേക്ക് തള്ളി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളായി, പ്രയോറിറ്റി മാറി. ഇങ്ങനെ മാറി 6 വർഷം പോയതറിഞ്ഞില്ല. അങ്ങനെ ഒരു അപ്പം ലൈഫ് വളരെ വ്യത്യാസമാണ്. നല്ല സാലറി, ടൂറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ ടൂറെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കുമ്പോൾ 50 ദിർഹംസ് ഉണ്ട് പോക്കറ്റിൽ. അവിടുന്ന് തീരുമാനിച്ചു ഇനി പറ്റില്ല, പൈസ ഉണ്ടാക്കിയിട്ട് ബിസിനസ് ഉണ്ടാക്കിയാലോ അതൊക്കെ അത് നടക്കത്തില്ല. 50 തുടങ്ങാമെന്ന് വിചാരിച്ച് നേരെ ഞാൻ അതൊരു ലോൺ എടുത്തിട്ടില്ല. ഞാൻ ബാങ്കിൽ വിളിച്ച് ലോൺ കിട്ടുമെന്ന് ചോദിച്ചു, തരാമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സിനെ, എൻ്റെ ബ്രദറിനെ വിളിച്ചു, ഫ്രണ്ട്സിനെ വിളിച്ചു, എല്ലാം ഒരു 2 മണിക്കൂറിനുള്ളിൽ ഈ സംഭവം എല്ലാം നടന്നു. മനസ്സിലായില്ലേ? അപ്പം അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ഏരീസ് ഗ്രൂപ്പ്. ഗൾഫിലേക്ക് വണ്ടി കയറുമ്പോഴാണ് ഈ 6 മാസം കറങ്ങിയിട്ട് പൈസ എല്ലാം തീർത്തു. ലാസ്റ്റ് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ പോക്കറ്റിൽ 50 ദിർഹംസാണ്. അത് 50 ദിർഹംസ് എൻ്റെ ഒരു കണക്കാണ്. കമ്പനി തുടങ്ങിയപ്പോഴും 50 ദിർഹംസ് ഒക്കെ മതി. പക്ഷെ അത് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നാളെ എനിക്ക് ഇനി എല്ലാം കഴിഞ്ഞ് 50 ദിർഹംസ് വെച്ച് എനിക്ക് എൻ്റെ അടുത്ത് കാര്യങ്ങൾ തുടങ്ങാൻ പറഞ്ഞാൽ ഞാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എല്ലാവരും പൈസ എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനു പൈസ, 50 ദിർഹംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു. ശരിക്കും അതാണ് എടുത്തു പറയേണ്ടത്. 50 ദിർഹംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം. ഞാൻ ഒന്നും വേണ്ട, ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇന്ന് ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ ചെന്നിട്ട് പറയാം, ചേട്ടാ എനിക്ക് അപ്പോൾ അവിടെ ബോട്ടിൽ വാട്ടർ വെച്ചിട്ടില്ലേ, അപ്പോൾ ആ കടയിൽ വരുന്നവരെല്ലാം ബോട്ടിൽ വാട്ടർ എടുത്ത് കുടിക്കത്തുള്ളൂ. ആ കടയിൽ കയറി ചെല്ലണം. ചേട്ടനുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് പറയാം, ചേട്ടാ ഞാൻ നമ്മളൊരു ജോയിൻറ്റ് വെഞ്ചറിൽ പോവാം, എനിക്ക് 2 ബോട്ടിലാണ്, ഞാൻ ഇത്തിരി മാറി നിന്നിട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് 2 ബോട്ടിലൊക്കെ കടക്കാരൻ റിസ്ക് എടുക്കും. നമ്മൾ 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ആ 2 ബോട്ടിലും കൊണ്ട് ഒരു ഇത്തിരി മാറി ഈ വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ആ ബോട്ടിലിൻ്റെ 20 രൂപയുടെ ബോട്ടിൽ നിങ്ങൾക്ക്
വേണം എന്താണ് 5 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ജനം കൊടുക്കും, മനസ്സിലായില്ലേ? അതെ. വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് നിങ്ങൾ 5 രൂപ തീർച്ചയായും, എക്സ്ട്രാ കൊടുക്കും, തീർച്ചയായും. മനസ്സിലായില്ലേ? കടക്കാരന് വേണമെങ്കിൽ ഒരു കമ്മീഷൻ ഒരു പുള്ളിക്ക് കിട്ടുന്നതിനകത്ത് ഒരു ഇത്തിരി കൊടുക്കും. ഇത്തിരി കൂടുതൽ. അതെ. 2 ബോട്ടിൽ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ അവൻ 5 ബോട്ടിൽ തരും. അത് പിന്നെ 10 ബോട്ടിലായി. അങ്ങനെ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്ത് കൂടെ? അപ്പൊ ജോലി കിട്ടുന്നില്ല എന്നുള്ള എക്സ്ക്യൂസ് വേണ്ട. അയ്യോ, നമ്മളാണ് മലയാളിയുടെ കണക്ക് മടിയന്മാര് ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ 35 ലക്ഷം ബംഗാളികൾ ഇവിടെ വന്നിട്ട് അത് ഒന്നും അറിയാത്ത, അവർക്ക് വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല, സ്ഥലത്തെക്കുറിച്ച് അറിയത്തില്ല, അവരുടെ കൾച്ചറില്ല, അവരുടെ ഫുഡല്ല, ഇതൊന്നുമല്ല. അവരൊരു കള്ളവണ്ടി കയറിയിട്ട് ഇവിടെ കയറി വരുന്നു. ഇവിടെ വന്നിട്ട് മാസം 25,000 രൂപ അവൻ അയക്കുന്നെങ്കിൽ അവനും ഈ പണിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മലയാളം തമ്മിലുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ, വിയർപ്പിൻ്റെ അസുഖം. അത്രയേ ഉള്ളൂ, മനസ്സിലില്ല. ആ കാര്യം ആ ബംഗാളി ചെയ്യുന്ന പണി ചെയ്യാനായിട്ട് കുറച്ചില്ല, ഒരു ദുരഭിമാനം എന്തൊക്കെയാണ്. ഏത് തൊഴിലിനും അതിൻ്റെതായ മൂല്യമുണ്ടെന്നുള്ള ഒരു ബോധമില്ല. ഇതേ പണി വേണമെങ്കിൽ ഗൾഫിൽ ചെന്ന് ചെയ്യും, ഇതേ പണി യൂറോപ്പിൽ പോയിട്ട് ഇവിടെ മെഡിസിൻ പഠിക്കാനും മറ്റേതിനൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ ഹോട്ടലിൽ സപ്ലയറായിട്ട് നിൽക്കും, പക്ഷെ ഇവിടെ നിൽക്കത്തില്ല. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. അല്ലെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സമൂഹത്തിന് അതിൻ്റെ ഒരു പങ്കുണ്ടോ? കാരണം ഒരാൾ ജോലിക്ക് പോകുന്ന സമയത്ത് പല ആളുകളുടെയും ബുദ്ധിമുട്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇത് എവിടെയാണ് പഠിപ്പിക്കുന്നത്? എഡ്യൂക്കേഷൻ നിങ്ങളുടെ സിലബസിനകത്ത് നിർബന്ധമായിട്ടും കുട്ടികൾ 10 മണിക്കൂർ പുറത്ത് പോയി പഠിച്ചിട്ട് ജോബ് ചെയ്തിട്ട് ഏൺ ചെയ്തിട്ട് വരണം എന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ സ്കൂളിന് ഒരു ഉത്തരവാദിത്തമില്ല. അത് ചെയ്തോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതിയല്ലോ. അതുപോലും ചെയ്യിക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല, മനസ്സിലായില്ലേ? അപ്പം അതാണ് ഞങ്ങളിപ്പം ഈ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പ്രത്യേകം, കാര്യം സ്റ്റാഫിൻ്റെ കുട്ടികളെ എനിക്ക് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാര്യം അവർക്ക് എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നുണ്ട്, എനിക്ക് പറയാം. അവർ സത്യം പറഞ്ഞാൽ അവരൊക്കെ മിക്കവാറും എല്ലാ കുട്ടികളും അവരുടെ പേരൻസ് പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. ഞാൻ പറയുന്ന കാര്യം എന്നെ അത്രയും അവർ കാര്യമായിട്ട് കാണുന്നുണ്ട്. അതിൽ ആ ഏജിൽ അവർക്ക് ഇല്ലാതെ പോകുന്നത് നല്ല മെൻറ്ററാണ്. ദേ അക്സെപ്റ്റ് മീ ആസ് എ മെൻറ്റർ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായിട്ട് 5 ഇയർ പ്ലാൻ വേണം എല്ലാവർക്കും. 5 ഇയർ പ്ലാനകത്ത് പെൺകുട്ടികൾ നിർബന്ധമായിട്ട് സെൽഫ് ഡിഫെൻസ് പഠിച്ചിരിക്കണം. ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ഏതെങ്കിലും പെൺകുട്ടിക്ക് ധൈര്യക്കുറവുണ്ടോ? അതിനെ ആരെങ്കിലും ഒന്ന് റാഗ് ചെയ്യാനെങ്കിലും ഒരു കോളേജ്, മനസ്സിലായില്ലേ? അപ്പോൾ കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ അത് പുസ്തകം വായിച്ചാൽ കിട്ടത്തില്ല. സൈൻ തീറ്റയും കോസ് തീറ്റയും നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കോൺഫിഡൻസ് കിട്ടുന്ന ഓരോ എലിമെൻറ്റ്സ് വേണം. നിങ്ങൾ ഇഫ് യു ബിക്കം എ സെലിബ്രിറ്റി ബൈ സ്കൂൾ ലെവലിൽ തന്നെ നിങ്ങളൊരു 5 വർഷം നല്ലൊരു മ്യൂസിക് നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട്, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്നു, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു, ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 2 പെർഫോമൻസ് നിങ്ങൾ നടത്തും, നിങ്ങളൊരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വേറെ അല്ലേ? ഇങ്ങനെ എന്തെല്ലാം ടാലൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. മീഡിയയിൽ തന്നെ ഇപ്പോൾ നിങ്ങളെ പോലെ ഇൻ്റർവ്യൂ എടുത്താൽ ഒരു സ്കൂൾ കുട്ടിക്ക് പറ്റത്തില്ലേ? അതിന് ടാലൻ്റുള്ള എത്രയോ കുട്ടികളുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു മീഡിയ പേഴ്സണായിട്ട് മാറും, റൈറ്റ്? അപ്പം ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇനി ഒന്നും വേണ്ട. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കുന്ന ഒരു 1 hour ജോബ് മന്ത്ലിയുള്ള ഒരു ജോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ജോബ്സ് ചെയ്യണം. വീട്ടിലെ ഫ്രിഡ്ജ് നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യേണ്ടവരാണ്. അവർ എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അയക്കണം. കൃത്യമായിട്ട് എനിക്ക് ഫോട്ടോസ് വരും, അത് മാസം അവർ ചെയ്യുന്നുണ്ട്. അവർ ഒരു കാര്യം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു, മനസ്സിലായില്ലേ? അവർ ഓരോ കാര്യം അവർക്കറിയാം അവരുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നാണ് ഹെൽത്തിനെ നശിപ്പിക്കുന്ന മൈക്രോബ്സിൻ്റെ ക്രിയേഷൻ വരുന്നത്, അവിടെ നിന്നാണ്. അതിനെക്കുറിച്ച് അവർക്ക് അവയർനെസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു എന്തിനാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് അന്വേഷിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പ്രോസസ്സ് പല വീട്ടിൽ നടക്കുന്നില്ല. അത് എന്തിനാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഹെൽത്ത് അവയർനെസ്സിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പം ഫുഡാണ് നമ്മുടെ ഏറ്റവും വലിയ മെഡിസിൻ, അവിടെ നിന്നാണ് നമ്മുടെ ഹെൽത്തിൻ്റെ തുടക്കം എന്നുള്ളൊരു ബോധവൽക്കരണം ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ വർഷം ഇപ്പം പുതുതായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഡ്രഗ്സ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഡ്രഗ്സ് അല്ലേ? അപ്പോൾ നമ്മളുടെ ഡ്രഗ്സ് ഇറാഡിക്കേഷനാണ് നമ്മളുടെ ഇപ്പോൾ ലോകം മുഴുവൻ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ പല സ്കൂളിലല്ലേ പഠിക്കുന്നത്. അവിടെ ഞങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ, ഇവരായിരിക്കും അതിൻ്റെ വോളണ്ടിയർ, മനസ്സിലായില്ലേ? നിങ്ങളൊരു ആൻറ്റി ഡ്രഗിൻ്റെ വോളണ്ടിയർ ആയാൽ നിങ്ങൾ പിന്നെ പിന്നെ നിങ്ങൾ യൂസ് ചെയ്യാനുള്ള ചാൻസ് ഒരു 10% പോലും ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങളുടെ കുട്ടി വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്താണ്? അതിൻ്റെ വോളണ്ടിയർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ കൊണ്ട് നാട്ടുകാരെല്ലാം ഉപദേശിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളല്ലേ ആദ്യം അതിൽ നിന്ന് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഓരോ കുട്ടികളെ മാറ്റിയെടുക്കുക. ഇനി കുട്ടികളെ സ്കൂൾ കഴിഞ്ഞാൽ പോകുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്, കോളേജിലേക്ക്. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ പേടി പേരൻസിൻ്റെ, പേരൻസിലെ കുട്ടികളുടെ എല്ലാം റാഗിങ് ആണ്.
ഞങ്ങളുടെ പിള്ളേർക്ക് ഒരു പേടിയില്ല. കാര്യം നമ്മൾ കൊടുത്തേക്കുന്ന കോൺഫിഡൻസ് ഇതാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കുട്ടികളാണ്. നിങ്ങളുടെ ദേഹത്ത് കൈവെക്കാനോ ഹരാസ് ചെയ്യാനോ ഒരാൾക്കും റൈറ്റ് ഇല്ല. നമ്മുടെ ഫുൾ ലീഗൽ ബീങ് അലേർട്ടാണ്. ഞങ്ങൾക്ക് ഹോട്ട്ലൈൻ ഉണ്ട്. അതാണ് പിള്ളേർക്ക് കൊടുക്കുന്ന ഹോട്ട്ലൈൻ. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ വിത്തിൻ 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് അവിടെ എത്തിയിരിക്കും. നിങ്ങളുടെ സ്ഥാപനം നമ്മൾ പൂട്ടിക്കും. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ പോലീസ് വിൽ ബി ദർ. നമ്മുടെ ഫുൾ കമ്പനി അതിൻ്റെ സപ്പോർട്ട് ചെയ്യുക. ഇത് ഞങ്ങൾക്ക് ചെയ്യാമെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾക്ക് ചെയ്തത്. നമ്മുടെ ഒരു കുട്ടിക്ക് അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ പോയാലും പേടി. ഇങ്ങനെയാണ് നമ്മൾ ഇവരെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അല്ല, കുട്ടികൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയിട്ട് അവർക്ക് അവരുടെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് പല ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പം ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ അറിയാതെ പോയി പല കാര്യങ്ങളിൽ പെടത്തില്ലേ. അവർ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പേരൻസിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ നമ്പരെ കൊടുത്തേക്കുന്നത്. എന്നെ വിളിച്ചോളൂ. എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം എൻ്റെ അടുത്ത് തുറന്ന് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും. അപ്പോൾ അവരത് പറഞ്ഞിട്ടുണ്ട്, ഒരു ജീവിതത്തിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത്. അപ്പം നമ്മളതിനു വേണ്ടി എഫിസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മൾ ആദ്യം ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ എല്ലാ യാത്രയുടെ അവസാനം എന്ന് പറഞ്ഞിരുന്നത് എഡ്യൂക്കേഷൻ്റെ അവസാനം എന്താണ്? ഒരു ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുക. ഈ ഇൻഡസ്ട്രിയിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. പക്ഷേ ഇൻഡസ്ട്രി കാണാത്ത കുറേ പേരാണ് ഈ 50,000 മണിക്കൂർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. ഒരു അന്ധൻ മറ്റൊരു അന്ധനെ വഴികാട്ടിക്കാനുള്ള അവസ്ഥ എന്താണ്? എങ്കിൽ ഈ ഇൻഡസ്ട്രിയിലുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് അവിടെ പോയി ഇത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വഴി കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെ അങ്ങോട്ട് കയറ്റാനുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇത് മാറ്റണം. എന്തായി? നമുക്കൊരു പാരലൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മൾ ആദ്യം ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അപ്പോൾ ആദ്യം ഈ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റിക്ക് അക്കാഡമിക്സായിട്ട് ഒരു ബന്ധമില്ല. ഇതിനെ നമ്മൾ ബ്രാൻഡ് ചെയ്ത് ഗ്ലോബലി ബ്രാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് ഓക്സ്ഫോർഡ് ഓഫ് ദ ഇൻഡസ്ട്രി ആയിട്ട് മാറ്റണം. അപ്പോൾ എയിംറി എന്നാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പേര്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം ഒരു 13 വർഷമായി ഈ വലിയ ചടങ്ങാണിത്. ഇത് നമ്മുടെ സ്ഥാപനത്തിലെല്ലാം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളെ അതിനോടുകൂടി അറ്റാച്ച് ചെയ്ത് ഇതിനകത്ത് റിസർച്ച് ഉണ്ട്. നിങ്ങളുടെ ഒരു ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിപ്ലോമ കിട്ടാം. അതായത് ഒരു വർഷം 50 മണിക്കൂർ ട്രെയിനിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 100 മണിക്കൂർ കഴിയുമ്പം നിങ്ങൾക്ക് ഡിപ്ലോമ കിട്ടും. അതായത് 2 വർഷം കഴിയുമ്പോൾ ഡിപ്ലോമ, 4 വർഷം കഴിയുമ്പോൾ ഡിഗ്രി, 5 വർഷം കഴിയുമ്പോൾ മാസ്റ്റേഴ്സ്. നിങ്ങളുടെ പ്രൊഫഷണൽ ബയോഗ്രഫി 20 വർഷം കഴിഞ്ഞ് എഴുതിയാൽ അത് തീസിസാണ്. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് കിട്ടും. ലോകത്തിലുള്ള ഏറ്റവും മേജർ ഇൻഡസ്ട്രീസിൻ്റെ ഹെഡ്സിനെ ആണ് നമ്മൾ ഈ അവരുടെ ബയോഗ്രഫി വെച്ചിട്ട് ഡോക്ടറേറ്റ് കൊടുക്കുക. കാര്യം ഇതിനെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇത് ഒരു യൂണിവേഴ്സിറ്റിയായിട്ട് അംഗീകരിക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ വിഷയം വെച്ചാൽ ഓരോ സ്ഥാപനത്തിനെ ഒരു യൂണിവേഴ്സിറ്റി പോലെ ആക്കണം. കാര്യം ഇവിടെ വർക്ക് ചെയ്യുന്നവരെ ട്രെയിൻ ചെയ്യേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇനി അക്കാഡമിക്സിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു കണക്ട്. അപ്പോൾ ഞങ്ങൾ അട്ടപ്പാടി ചെയ്യുന്ന അതേ പ്രോസസ്സ്. അപ്പോൾ ഇത് ഈ ഒരു അടുത്ത 3 വർഷത്തോടു കൂടി ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് അതേപോലെ ഫോളോ ചെയ്തൂടെ? ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് പറ്റൂടെ? ഞങ്ങൾ ഇന്ന് ഈ ഒരു സിസ്റ്റത്തിൽ വേൾഡ് നമ്പർ, ഞങ്ങൾക്കിപ്പോൾ ഏരീസ് ഗ്രൂപ്പിന് ഏതാണ്ട് ഒരു 30 കൺട്രീസിൽ 80 സ്ഥാപനങ്ങളുണ്ട്. അതിൽ 5 ഫീൽഡിൽ ഞങ്ങൾ വേൾഡ് നമ്പർ 1 ആണ്. ഞങ്ങൾ എടുത്തേക്കുന്ന എല്ലാം ഈ IIT IIM അല്ല, സാധാരണ ആൾക്കാരെയാണ്. അത് പകുതി കൂടുതലും മലയാളികളാണ്. ഇവരെ നമ്മൾ ട്രെയിൻ ചെയ്താൽ മാറ്റുന്നത്. ഇത് അക്കാഡമിക്സ് ലെവലിൽ നിന്നുള്ള ട്രെയിനിങ് കൂടെ കഴിയുമ്പം ഞങ്ങളുടെ വിഷനിൽ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഗംഭീര പ്രോഡക്റ്റ്സാണ്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് കമാൻഡോസിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഓരോ ക്യാമ്പസുകളിലെയും കമാൻഡോസ് വെച്ചാൽ ഇൻഡസ്ട്രിയൽ കമാൻഡോസ് ആണ്. സാധാരണ പട്ടാളത്തിലുള്ള അതല്ല കമാൻഡോസ് അല്ല. പക്ഷെ അതിൽ നിന്നാണ് ആ ഒരു കൺസെപ്റ്റ് വന്നത്. എന്താണ് ഒരു കമാൻഡോയുടെ ബ്യൂട്ടി? എന്താണ് കമാൻഡോയുടെ ബ്യൂട്ടി എന്ന് വെച്ചാൽ അവർ വെൽ ട്രെയിൻഡ് ആണ്. എല്ലാവർക്കും കമാൻഡോ ആവാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക കഴിവുള്ളവർക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ ആദ്യം സെലക്ഷൻ പ്രോസസ്സാണ്. കറക്റ്റ് ആളിനെ കിട്ടി, കമാൻഡോ ആവാൻ പറ്റിയ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതുള്ള ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 1000 to 1500 അവേഴ്സിൻ്റെ ട്രെയിനിങ് ആണ് നോർമലി ഒരു കമാൻഡോയ്ക്ക് ഒരു പട്ടാളത്തിലൊക്കെ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണ്. ഇവർ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് മാനേജേഴ്സാണ്. ഇവരെ ഒരു അൺനോൺ ടെറൈനിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രോജക്റ്റുമായിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല നാളത്തെ പ്രോജക്റ്റ് എന്താ. കാര്യം 10 മിനിറ്റിലായിരിക്കും ചിലപ്പോൾ ഇവർക്കൊരു കോൾ വരുന്നത്. 10 മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞായിരിക്കും ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇന്നതാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് അതിനുവേണ്ടി പ്രിപ്പറേഷൻ അതൊന്നും ഒരുപാട് സമയമൊന്നുമില്ല. ഇമ്മീഡിയറ്റ്ലി ടൈമാണ് അവിടെ. നിങ്ങളുടെ ഓപ്പറേഷൻ ഇത്തിരി വൈകി കഴിഞ്ഞാൽ അത് മൊത്തം ഫെയിലിയറായി പോകും. അപ്പം ആ സിറ്റുവേഷൻ ഇമ്മീഡിയറ്റ്ലി അനലൈസ് ചെയ്ത് അതിനുള്ള റിസൾട്ടുമായിട്ട് പിന്നെ കമാൻഡോയ്ക്ക് വരാൻ പറ്റും. അവൻ ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നത്, വെച്ചിട്ട് റിസൾട്ടുമായിട്ട് വരണം. ഇതേ സാധനം ജസ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒന്ന് അപ്ലൈ ചെയ്തു. നമ്മൾ റൈറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ എടുക്കുന്നു, ഇവരെ ട്രെയിൻ ചെയ്യുന്നു. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഞങ്ങളുടെ കോൺവെക്കേഷൻ ഉണ്ട്. 20 കമാൻഡോസിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് അവർ കോൺവെക്കേഷൻ ഇന്നിവിടെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് ക്യാമ്പസുകളിലെ ഒന്നെങ്കിൽ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസ്,
അല്ലെങ്കിൽ ചെയർമാൻസ്, ഇങ്ങനെയുള്ള ഓൾറെഡി ലീഡർഷിപ്പ്. ഒരാൾക്കും ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആവും ഇല്ലോ. ഇല്ല. മറ്റുള്ളവർ അംഗീകരിക്കണം. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കുറേ വർഷങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു ക്യാമ്പസിലെ ചെയർമാൻ ആവുന്നത്. അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല. അവൻ കളിച്ച് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന ഒരു ഗെയിമാണ്. ഞങ്ങളുടെ ഒഫീഷ്യൽ ഗെയിമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലെ മിക്കവാറും ഡിവിഷൻ ഹെഡ്സിനെ എല്ലാം സെലക്ട് ചെയ്യുന്നത് ഏത് ക്യാമ്പസിൽ പോയാലും ഹൂ ഇസ് ദ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, യു ആർ സെലക്ടഡ്. കാര്യം ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം 5 വർഷമെങ്കിലും പുള്ളി ക്രിക്കറ്റ് കളിച്ച്. അതിനകത്ത് ക്രിക്കറ്റിൻ്റെ ബ്യൂട്ടി എന്താണ്? അതിനകത്ത് ഡിസിപ്ലിൻ ഉണ്ട്, എന്താണ് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ക്രിക്കറ്റിൽ 20 ഓവർ മാച്ച് എന്ന് വെച്ചാൽ നമുക്കറിയാം 20 ഓവറിൽ ഇത്ര റൺ എടുക്കണം. ഓരോ റണ്ണിനും ഒരു സ്ട്രാറ്റജി ഉണ്ട്, മനസ്സിലാവും. ബാറ്റ് ചെയ്യുന്നതിനും ബൗൾ ചെയ്യുന്നതിനും ഫീൽഡ് ചെയ്യുന്നതിനും ഇതിൻ്റെ ലോഗിങ് സിസ്റ്റം, ഇതെല്ലാം ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ KCLനകത്ത് ടീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രിക്കറ്റുമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കമാൻഡോസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നത്. ഈ കമാൻഡോസിനെ ഇപ്പം ഞാൻ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെ ടൈം വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് എൻ്റെ പേഴ്സണൽ കമാൻഡോസിനെ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തത്. ഞാൻ പെൻഡിങ്ങിൽ വെച്ചേക്കുന്ന കുറേ പ്രൊജക്ട്സ് സാധനം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ അതേ തോട്ട് പ്രോസസ്സിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരെ വേണം. അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ ബാച്ചിനെ എടുത്തു. ഇത് കണ്ടപ്പോഴത്തേക്ക് അടുത്ത ഡിവിഷൻസിൽ നിന്നെല്ലാം അവർക്കെല്ലാം 20 പേരെ വെച്ച് വേണമെന്നുള്ള ഒരു ഇതായി. അപ്പോൾ അടുത്ത ഇത് അങ്ങോട്ട് വളരും. ഇത് കേട്ടതോടുകൂടി എൻ്റെ അതർ കമ്പനീസിൽ നിന്ന് ദേ സ്റ്റാർട്ടഡ് ആസ്കിങ്. കാര്യം ഞങ്ങൾക്കൊരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. കറക്റ്റ് ആളിനെ എടുക്കുന്നു. ഇവരുടെ ട്രെയിനിങ് എന്ന് വെച്ചാൽ വളരെ ഒരു മണിക്കൂർ ഇവർ ഈ ട്രെയിനിങ്ങിൽ നാളെ അവർ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആവശ്യമില്ലാതെ വെറുതെ വേറെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ഏത് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും. ഇപ്പം നാളെ റോക്കറ്റ് ഉണ്ടാക്കുന്ന ജോബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി ചെയ്യും. അതിന് പ്രൊസീജിയർ ഉണ്ട്. അത് എങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള സ്റ്റഡി ചെയ്ത്. ഇന്നിപ്പോൾ AI ഉണ്ട്. AI കൊണ്ട് നമുക്ക് എന്തിലേക്കും നമുക്ക് ഇറങ്ങാം. അപ്പോൾ അതിനെ ഓരോ ടൂളിനെ ഉപയോഗിച്ച് 6 മാസം റിഗറസ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കൈ കിട്ടുമ്പോൾ തന്നെ അവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പം അവർക്കെല്ലാം ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റാണ്. ഈ 20 പേരും 20 ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സിലേക്കാണ് പോകുന്നത്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ പറയുമല്ലോ AI വരുമ്പം ഒരുപാട് ആളുകളുടെ ജോലി പോകുന്നു. പക്ഷെ ഇതുപോലെ ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു യഥാർത്ഥത്തിലുള്ള ഈ പറയുന്ന പോലെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ആളുകളെ, അല്ലേ? അവിടെ ഈ പറയുന്ന എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ആളുകളെയും നമ്മൾ മാറണം, സ്കിൽസ് മാറണം എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ. ഞാൻ കേട്ടെ, ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ വിജയം തീരുമാനിക്കുന്ന ആരാണ്? ഹ്യൂമൻ റിസോഴ്സാണ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ച തീരുമാനിക്കുന്ന ഹ്യൂമൻ റിസോഴ്സാണ്. എന്താണ് ചൈനയും എത്യോപ്യയും തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ രണ്ടിലുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ പെർഫോമൻസിലുള്ള ഇതാണ്. അപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഭാവിയും വളർച്ചയും എല്ലാം തീരുമാനിക്കുന്ന ആ ഹ്യൂമൻ റിസോഴ്സിന് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൈമാണ്. അപ്പം ഞങ്ങൾ അത്രേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് വേറെ സീക്രട്ടൊന്നുമില്ല. ഞങ്ങൾ ആദ്യം ഈ ഹ്യൂമൻ റിസോഴ്സിനെ കണ്ടെത്തുന്നതിനകത്ത് ഈ ഓരോരുത്തർക്കും ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഒരുപാടുണ്ട്. ഈ ഡെഫിഷ്യൻസി കറക്ഷൻ അല്ലല്ലോ. ഈ പ്രശ്നക്കാരനെ, ഒരു ക്രിമിനലിനെ ഞാൻ ഇവിടെ വെച്ചിട്ട് വണ്ടി ഓടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ ഒരു HR സെലക്ഷൻ പ്രോസസ്സ് തന്നെ ഒരു 25 ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ FSനകത്ത് ടൈം ബേസ്ഡ് ആണ്. അപ്പോൾ ഈ 25 ഫിൽറ്റർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു സാധാരണ ഒരു ഫിൽറ്റർ വെച്ച് തന്നെ ആൾക്കാരെ എടുക്കാൻ സമയം എടുക്കുന്നത്. അപ്പോൾ 25 ഫിൽറ്റർ വെച്ചാൽ സമയം പോയില്ലെന്നായിരിക്കും. നോ, ഈ 25 ഫിൽട്രേഷൻസ് 24 മണിക്കൂറിൽ കഴിയണം. കാര്യം അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 25 ഫിൽറ്റർ ഹാൻഡിൽ ചെയ്യുന്ന 25 പേരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങളുടെ റെസ്യൂമെ കിട്ടിയ ഉടൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നീഡ് യുവർ വീഡിയോ റെസ്യൂമെ വെച്ചാൽ നിങ്ങൾ ഉടനെ തന്നെ അന്ന് തന്നെ വിതിൻ 24 hours നിങ്ങളുടെ ഇതയക്കണം. എന്താണ്, മൊബൈൽ എടുക്കുക, ഒരു 2 മിനിറ്റ് മൊബൈലിൽ നോക്കിയിട്ട് നിങ്ങളെക്കുറിച്ച് സെൽഫ് സംസാരിക്കും. ഇതിന് നിങ്ങൾക്ക് അധികം സമയം വേണ്ടല്ലോ. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം, മനസ്സിലായി? എന്നാലേ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയത്തുള്ളൂ. ഇമ്മീഡിയറ്റ്ലി ആ ജോബ് ഒരാളുടെ കഴിഞ്ഞു. ഇമ്മീഡിയറ്റ് പറയും, ഒരു പേജിനകത്ത് എന്തെങ്കിലും എഴുതാൻ പറയും. 1 പേജ് ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷനാണ്. ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ എക്സ്പേർട്സ് ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ AI ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ക്രിമിനലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. 99% ആക്യുറസിയാണ് ഒരു ക്രിമിനലെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനം ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ. അതും ദാറ്റ് ഈസ് ഡൺ ബൈ അനദർ പേഴ്സൺ. അത് നടന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഓരോ ഫിൽറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. സോഷ്യൽ മീഡിയ വെരിഫിക്കേഷൻ വേറൊരാളാണ്. വാട്ട് ആർ യു, അപ്പം ഉടനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. വാട്ട് ആർ യുവർ സോഷ്യൽ മീഡിയ ലിങ്ക്സ്. അപ്പോൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി വിതിൻ വൺ ഡേ ഇവരുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി വെരിഫൈ ചെയ്യും. ഇപ്പോൾ AI ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇതുമായി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഫനാറ്റിക് ആണോ, പുള്ളി പൊളിറ്റിക്കലാണോ, അതായത് ക്യാരക്ടർ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അത് അടുത്ത ആൾ ചെയ്തു. ഇതെല്ലാം ചെയ്ത്
24 hours കൊണ്ട് ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ ഇത് എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 3800 എംപ്ലോയീസ് ഉണ്ട്. ഈ എല്ലാ അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരാൾ പോകുന്നെങ്കിലും എക്സിറ്റ് ചെയ്യുന്നെങ്കിലും എൻ്റെ അടുത്ത് വരും. എനിക്ക് 1 മിനിറ്റ് സമയം. ഈ 1 മിനിറ്റ് കൊണ്ട് ഞാൻ നോക്കും 25 എണ്ണം പുള്ളി കവർ ചെയ്തിട്ടുണ്ട്. അത് എനിക്കറിയാം. ഐ ആം ട്രെയിൻഡ് ആണ്. ഞാൻ പ്രോസസ്സ് കഴിയുമ്പോൾ എന്താണ്, ഒരാളെ എടുക്കുന്നെങ്കിൽ ഒരു റെഫറൻസ് നമുക്ക് വേണം. റെഫറൻസ് ഇല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ചെക്ക് പോയിന്റ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഇതിനകത്തേക്ക് ആവശ്യമില്ലാതെ ഒരാൾ കയറില്ല. ഇപ്പം ഓരോരുത്തർക്കും ക്വാളിഫിക്കേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും വെച്ചിട്ട് ഒരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ സാലറി ഫിക്സ് ചെയ്യുന്നത്. അപ്പം പരിചയത്തിന് പുറത്ത് സാലറി കൂട്ടിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് പല സ്ഥാപനങ്ങളിലും നടക്കുന്നതാണ്. നിങ്ങൾക്ക് അർഹതപ്പെട്ട സാലറി അവിടെ ആ ക്വാളിഫിക്കേഷൻ ഇൻഡെക്സ് അനുസരിച്ചിട്ട് അതുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പെഷ്യലൈസ് ഫീൽഡിലേക്ക് നമുക്ക് എക്സ്ട്രാ സാലറി കൊടുത്തെടുക്കണം. അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിന് റീസൺ വരും അവിടെ. അല്ലാതെ വെറുതെ പരിചയത്തിൻ്റെ പുറത്ത് ഒരാളെ പിടിച്ച് കയറ്റാനേ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ സെലക്ഷൻ കറക്റ്റായി. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂവൽ ട്രെയിനിങ് ആണ് മാൻഡേറ്ററി. അത് ഓഫീസ് ബോയ് തൊട്ട് CEO വരെ ഇത് ഇപ്പോൾ ഞാനും അറ്റൻഡ് ചെയ്യണം. എനിക്കൊരു വർഷം 5 മണിക്കൂർ 50 മണിക്കൂർ ഞാൻ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് കോൺഫറൻസുകൾ പോകും, അറ്റൻഡ് ചെയ്യും. ഇതെല്ലാം അത് ഞാൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഒരു 200ഓളം നമ്മുടെ എഫിഷ്യൻസി ഡ്രെയിൻ ഹോൾസ് ഉണ്ട്. ഇതിലൊന്നാണ് ഈ HR ട്രെയിനിങ് എന്ന് പറഞ്ഞത്. ഒരു 100ഓളം മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. ഇത് ഓരോന്നും നമ്മൾ മാറ്റുമ്പം നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ഇതിൻ്റെ ഓരോ ഡ്രെയിൻ ഹോൾ അടയ്ക്കുമ്പോഴും അത് പ്രോഫിറ്റായിട്ട് മാറും, മനസ്സിലായി? ആ പ്രോഫിറ്റാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ കമ്പനി. ഈ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് 50% ഗോയിങ് ബാക്ക് ടു ദ എംപ്ലോയീസ് കംപ്ലീറ്റ്. അവർ 50% ഷെയർ ഹോൾഡറാണ്. എവരി എംപ്ലോയീസ് എ പാർട്ണർ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 25ഓളം യുണീക്ക് ഫീച്ചേഴ്സ് HR-ലുള്ള ഏക കമ്പനി ഞങ്ങളുടെയാണ്. അതായത് അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും കമ്പനി കേട്ടിട്ടുണ്ടോ? സ്പൗസിന് സാലറി കൊടുക്കുന്ന കേട്ടിട്ടുണ്ടോ? ഒരു എംപ്ലോയി മരിച്ചാൽ അവരുടെ ലൈഫ് ലോങ് ആ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞങ്ങളാണ്. അവർ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, പേരൻസിനെ നോക്കൽ, ഇങ്ങനെയുള്ള അത് ഒരുപാട് പലരും മരിച്ചിട്ടുണ്ട്. സൈറ്റ് ആക്സിഡൻറ്റിൽ പറ്റിയിട്ടുണ്ട്, അല്ലാതെ മരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അവർക്കൊരു ലീഗൽ ഇഷ്യൂ എന്നാണ് നമ്മളത് നോക്കുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത്. ലേഡീസിന് മെനസ്ട്രൽ ലീവ് ഉണ്ട്, ലേബർ ലീവ് 1 ഇയർ കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ 2 വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു കുട്ടി ജനിക്കുന്ന അന്നേരം തൊട്ട് തന്നെ ബേബി അലവൻസിൻ്റെ സ്കീമുണ്ട്. 10 വർഷത്തിൽ നിങ്ങൾക്കൊരു വീട് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ സ്റ്റാഫ് 10 വർഷം കഴിഞ്ഞത് വീട് വെക്കാഞ്ഞിട്ട് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത്, എൻ്റെ ഓഫീസ് ബോയ് ആയിരുന്നു, പുള്ളി ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ്. അത് വിളിച്ച് സാധനം സോൾവ് ചെയ്ത് ഞാൻ ഇന്നലെ അതിൻ്റെ പാല് കാച്ചിന് പോയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അവരുടെ ഓരോ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ട് ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ ഞാൻ എന്നെ പ്ലേസ് ചെയ്യുന്നത് അവരുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവരായിട്ടാണ്. അപ്പോൾ എൻ്റെ അനിയന്മാരും അനിയത്തിമാരുമാണ്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും എനിക്ക് അച്ഛനും അമ്മയില്ല, പക്ഷേ ഇവരെല്ലാം എൻ്റെ അച്ഛനും അമ്മയാണ്. ഇവരുടെ എല്ലാം ബ്ലെസ്സിങ് അതുകൊണ്ട് നമുക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഇവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഏരിയസ് വിട്ട് പോകേണ്ട കാര്യം ഇന്നുവരെ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സിസ്റ്റം പറയും യു ആർ നോട്ട് സപ്പോസ് ടു ബി ഇൻ ദ ലാസ്റ്റ് 5%. അവസാനത്തെ 5% നിങ്ങൾ വരാൻ പാടില്ല. അപ്പം ഈ എഫിഷ്യൻസി കൂട്ടാനുള്ള 200 പാരാമീറ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ. ഈ എഫിഷ്യൻസി കൂട്ടാനുള്ള നമുക്ക് മെഷർ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് ഈ ഓഫീസിൽ. അത് നിങ്ങൾ കൂട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അപ്പം നിങ്ങൾ ഈ അവസാനത്തെ 5% വന്നാൽ ഉടനെ നിങ്ങളൊരു ഡേഞ്ചർ സോണിലേക്ക് പോകും. ഈ ഡേഞ്ചർ സോണിൽ 6 മാസം സമയം തരും. ഈ 6 മാസത്തിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴിയെല്ലാം പറഞ്ഞു കൊടുക്കും. അന്നേരം ഉഴപ്പാണ് ഉദ്ദേശമെങ്കിൽ ഡോർ തുറന്ന് വളരെ മാന്യമായിട്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, കാരണം ഇപ്പൊ സാറിനോട് സംസാരിക്കുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫിനാൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നത്, പിന്നെ സ്കിൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് ഓൺടർപ്രണേഴ്സ് പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ഡിസിഷൻസ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസ്ക് എലമെന്റ് ആണ്. ഇപ്പം സാറ് പറയുന്നതിൽ ഇപ്പോൾ 25ഓളം ഇത്രയും 24 മണിക്കൂർ നീളുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഈ ലാസ്റ്റ് 5%ലേക്ക് വരരുത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ആയത്? കാരണം ഒറ്റയടിക്ക് നമ്മൾ ഇങ്ങനെ വേണമെന്നുണ്ടാവില്ലല്ലോ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ അതിന്റെ എക്സിക്യൂഷൻ, അതിൽ ഫെയിലിയേഴ്സ് വരുമ്പം എങ്ങനെയാണ് അതിനൊക്കെ സിസ്റ്റം? ഇല്ല, അത് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്താണ് ISO സിസ്റ്റം ഇംപ്ലിമെൻ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് ലാസ്റ്റ് SGS വേൾഡിലെ ഏറ്റവും വലിയ ഇൻസ്പെക്ഷൻ കമ്പനിയാണ്. അപ്പം അവർക്ക് ഏതാണ്ട് 110 കൺട്രീസിൽ 30,000-ത്തിലേറെ എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അവിടെ ISO സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ISO സിസ്റ്റത്തിൽ ഐ ആം വെൽ ട്രെയിൻഡ്, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് അതായത് നമ്മൾ ഈ റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്നതും ഒരു റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകുന്നത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ
യാത്ര സുഖമാണ്, കൃത്യസമയത്ത് അവിടെ എത്തും, മനസ്സിലായില്ലേ, അപകടങ്ങൾ കുറവാണ്, ഒരുപാട് ഗുണങ്ങളില്ലേ. പക്ഷെ ആ ട്രാക്ക് ഇടാൻ ഒരു ഇത്തിരി മെനക്കേടുണ്ട്. അതെ. ISO സിസ്റ്റം അതുപോലെയാണ്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങി, പക്ഷേ ആദ്യം ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയില്ല. ഞാൻ ആദ്യം ഇല്ല ട്രാക്ക് ഇല്ലാതെ തന്നെ ഓടിക്കാൻ തുടങ്ങി. എന്നും പ്രശ്നങ്ങളാണ്, തലവേദന, ഒരു സിസ്റ്റം ഇല്ല. ഒരിടത്ത് സോൾവ് ചെയ്യുമ്പം വേറെ ഇതായി. അങ്ങനെ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു, ഈ രീതിയിൽ ഇത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ISO സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യും. കാര്യം ആദ്യം ഇനിഷ്യൽ സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ടൈം ഫോർ ISO സിസ്റ്റം എന്ന് പറഞ്ഞ് ട്രാക്ക് ഇടാൻ തുടങ്ങി. അത് ഞാൻ തന്നെ പോയിട്ട് ISO സിസ്റ്റം എന്താണെന്ന് പഠിച്ച് അതിനുള്ള എൻ്റേതായ രീതിയിൽ പ്രൊസീജിയർ തുടങ്ങി. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് സിസ്റ്റം മൊത്തം ഞങ്ങൾ ഒരു കൺവെൻഷണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത്. തുടക്കം തൊട്ടേ ഓരോ നമ്മുടെ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിൽ തട്ടി കയറി കഴിഞ്ഞപ്പോൾ വളരെ സ്മൂത്ത് ഡ്രൈവായി തുടങ്ങി. പിന്നെ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പം എഫിസത്തിൻ്റെ കീഴിൽ 100 മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ISO സിസ്റ്റം, ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. പിന്നെ അതിനകത്ത് ഹാപ്പിനെസ് മാനേജ്മെൻ്റ് ഉണ്ട്, ഹെൽത്ത് മാനേജ്മെൻ്റ് ഉണ്ട്. ഇപ്പം എല്ലാ സ്ഥാപനത്തിലും ഹെൽത്ത് ബില്ല് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏത് കമ്പനി എടുത്തോ, ലോകത്തിലെ ഏത് കമ്പനി എടുത്തോ ഞാൻ ചലഞ്ച് ചെയ്യാം. കാര്യം ഹോസ്പിറ്റൽസ് അവരുടെ ടാർഗറ്റ് കൂട്ടും, ഇൻഷുറൻസ് കമ്പനീസ് ടാർഗറ്റ് കൂട്ടും. അപ്പോൾ അത് കൂടി വരും. നമ്മൾ പ്രായമാവുകയാണ്, നമ്മൾ രോഗം കൂടും. പക്ഷെ നമ്മുടെ ഇവിടെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ്, ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞേക്കുന്ന ഓരോ വർഷവും നമ്മുടെ ഹെൽത്ത് ബില്ല് കുറയണം. ഹെൽത്ത് ബില്ല് കുറയാൻ എന്താ മാർഗം? നിങ്ങൾ ഹെൽത്തി ആവണം. നിങ്ങൾക്ക് അസുഖം വരുമ്പം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കളയുന്ന നഷ്ടം മാത്രമല്ല കമ്പനിക്ക് ഉണ്ടാകുന്നത്. ഇതൊന്നും എംപ്ലോയീസ് അറിയുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ഓരോ മെഡിക്കൽ ലീവും കമ്പനിക്ക് നഷ്ടമാണ്. ആ ഒരു വർക്കിംഗ് ഡേ പോയി കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഇത് നമ്മൾ KPIs സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെയും എടുത്ത് മോണിറ്റർ ചെയ്യും. അത് ഓരോരുത്തരെയും നോക്കും, എല്ലാവരുടെയും നോക്കും. ഈ വർഷം എത്ര മെഡിക്കൽ ലീവ്, എത്ര മെഡിക്കൽ വിസിറ്റ്സ്, എത്ര ഹോസ്പിറ്റലിൽ പോയി, എത്ര മെഡിസിൻ കൺസംഷൻ, എത്ര ഇൻഷുറൻസ് കാർഡ് യൂട്ടിലൈസേഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഇത് കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഹെൽത്തി ആവാൻ എന്താണ്? ലൈഫ് സ്റ്റൈൽ മാറ്റണം. ലൈഫ് സ്റ്റൈൽ മാറ്റണമെങ്കിൽ എന്താണ്? ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം, നല്ല ഫുഡ് കഴിക്കണം, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം, കാലറീസ് ഒരു 2000 കാലറിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ല, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറയ്ക്ക് കഴിയുമ്പോൾ നമ്മുടെ ശീലമാകുമ്പോൾ ഇതെല്ലാം നടക്കും. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ BMI ചലഞ്ച് ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ BMI കാരണം ഡേഞ്ചർ സോണിലാണ്. അപ്പം എൻ്റെ ടാർഗറ്റ്സ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് വർഷത്തിൽ 2 ആഴ്ച നിർബന്ധമാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോയേ പറ്റത്തുള്ളൂ. എനിക്ക് വേറെ എല്ലാം ഓക്കെയാണ്, എൻ്റെ BMI മാത്രമാണ് കൂടുതൽ. ഞാൻ നിർബന്ധമായിട്ട് 1 മണിക്കൂർ എക്സസൈസ് ചെയ്തേ പറ്റും. അത് നമുക്ക് സിസ്റ്റത്തിൽ നടക്കാൻ പോയേ പറ്റത്തുള്ളൂ. എൻ്റെ ഫുഡ് കൺട്രോളുണ്ട്. എൻ്റെ ഫുഡ് ഇപ്പം ഒരു ടീം തന്നെയാണ് നോക്കുന്നത്. ഞാൻ എന്ത് കഴിക്കുന്നുള്ളതാണ് കാര്യം. ഐ ആം ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഓഫ് ദ കമ്പനി. അപ്പോൾ എന്നെ നോക്കേണ്ട ഒരു ടീം തന്നെ ഉണ്ട്. അവർ ഓരോരുത്തരും അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇത് എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഓഫീസുകളിൽ ജിം വരെ ഉണ്ട്. ദുബൈയിലുള്ള ഓഫീസിൽ നമുക്ക് ജിമ്മുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഓഫീസിൽ ജിമ്മില്ലെങ്കിലും അടുത്തുള്ള ജിമ്മിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നും വേണ്ട, വീട്ടിൽ ബേസിക് എക്സസൈസ് ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇതെല്ലാം ചെയ്യുമ്പോൾ മെഡിസിൻ്റെ ആവശ്യമില്ല. അപ്പം ഇവരുടെ അടുത്ത് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, നിങ്ങളുടെ ബോഡിക്ക് സെൽഫ് ക്യൂറിങ്ങിനുള്ള എബിലിറ്റി നശിപ്പിക്കരുത്. ദ മൊമെന്റ് യു ടേക്ക് എ മെഡിസിൻ, നിങ്ങൾ ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ സെൽഫ് ക്യൂറിങ് നശിപ്പിക്കുകയാണ്. ആദ്യം ബോഡിക്ക് സെൽഫ് ക്യൂറിങ്ങിനുള്ള ടൈം കൊടുക്കുക, അതിന് നിങ്ങൾ ഹെൽത്തി ആയിട്ട് നിർത്തുക. അപ്പോൾ നിങ്ങളുടെ മെറ്റാബോളിസം നിങ്ങൾ മാറ്റുക, മനസ്സിലായില്ലേ? ഗട്ട് ബയോംസിനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. ജങ്ക് ഫുഡ് മാറ്റിയാൽ തന്നെ പ്രശ്നങ്ങൾ കുറെ മാറുമല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ മെഡിക്കൽ ലീവ്സ് ഓരോന്നും കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ലോസ് കുറയുന്നതെല്ലാം ലാഭമായിട്ട് മാറില്ലേ? ഈ ലാഭത്തിന്റെ പകുതി അവരിലേക്ക് തന്നെ ചെല്ലുകയല്ലേ? അപ്പൊ അവരെല്ലാം ആ തോട്ട് പ്രോസസ്സിലേക്ക് ഇവരെ കൊണ്ടുവരണമെങ്കിൽ കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ്. അപ്പൊ നമ്മൾ ഇത്ര നാളെ എടുത്തേക്കുന്ന ട്രെയിനിങ് ആണ് ഇനി നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. അല്ല, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ചെറിയ കമ്പനികൾക്ക് ഇത് വളരെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയൊരു കമ്പനി ഇത്രയും സ്മൂത്ത് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ കമ്പനികൾക്ക് ഇപ്പൊ തന്നെ യൂസ്ഡ് ആയി ആ ഒരു സിസ്റ്റത്തിനെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമ്മൾ തിരിച്ച് ഏഡിസ് ഗ്രൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, അന്ന് 50 ദിർഹത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഇന്നത്തെ ഉള്ള ബിസിനസ് തന്നെയാണോ സ്റ്റാർട്ട് ചെയ്തത്? ആദ്യം തുടങ്ങുമ്പോൾ ഹൾ ഇൻസ്പെക്ഷനും ഷിപ്പ് ഡിസൈനുമാണ് തുടങ്ങിയത്. അത് ആ 2 കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ മേജർ ഫീൽഡ്. അവിടെ നമ്മൾ വേൾഡ് നമ്പർ 1 തന്നെയാണ്, നമ്മൾ അവിടെ എത്തി. പിന്നെ അതിനുശേഷമാണ് സിനിമ ഫീൽഡ്, ടെലിവിഷൻ ഫീൽഡ്, സിനിമ ഫീൽഡ്, അങ്ങനെ പല സെക്ടേഴ്സിലേക്ക് ഇറങ്ങി. എഡ്യൂക്കേഷൻ സെക്ടർ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ടാലന്റ് പാഷനുള്ള ഒരാൾ അത് ആ പ്രോജക്റ്റ് ഹെഡ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നത്, മനസ്സിലായില്ലേ?
അപ്പോൾ എൻ്റെ ഓരോ ഡ്രീംസ് എങ്ങനെ അപ്പോൾ ഇപ്പോഴും നടക്കാതെ പോകുന്ന ഒരുപാട് ഡ്രീംസ് ഇരിപ്പുണ്ട്. പക്ഷേ എനിക്കത് ചെയ്യണമെങ്കിൽ കറക്റ്റ് പ്രോജക്റ്റ് ഹെഡിനെ കിട്ടണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ മാനസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് കറക്റ്റ് ആളിനെ കിട്ടിയില്ലെങ്കിൽ ആ പ്രോജക്റ്റ് പരാജയമാണ്. ഞാൻ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് ഉള്ള ചില കമ്പനികൾ ടേക്ക് ഓവർ ചെയ്തിട്ട്, കാര്യം അതിൻ്റെ പ്രോജക്ട് സൈഡ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ട്രൈ, കാര്യം അത് ഒരു 6 യൂണിറ്റ് ആയിട്ട് ഇരിക്കുമ്പം എടുത്ത് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നോക്കുന്നത്. പക്ഷെ അവിടെയെല്ലാം പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നടക്കില്ല. കാര്യം ഇവരൊരു റോങ്, ഓൾറെഡി ഇവരെ മോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. ഇവർ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഈ എഫിസത്തിലേക്ക് കയറത്തില്ല. നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറിയത് 100% ഷുവറാണ് ഇത് പ്രോഫിറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് സാധനം വേണ്ടെന്ന് വെക്കും. മനസ്സിലായില്ല. അപ്പം ഞാൻ നോക്കിയപ്പം ഇതുപോലുള്ള പുറത്തുനിന്ന് ആൾക്കാരെ കുറെ കഴിഞ്ഞ് ഈ സെറ്റായ മൈൻഡ് സെറ്റുമായിട്ട് വരുന്നവരെ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ളവരെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കി എന്നുള്ളത്. അപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ളതും സെയിം തന്നെയാണ്. ആ ഒരു അടിസ്ഥാന ഫൗണ്ടേഷൻ മാറിയിട്ടില്ല. അപ്പൊ അതിന്റെ പുറത്ത് ആ ഫൗണ്ടേഷന് ഒരു ഉലുക്കവും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ നമ്പർ ഓഫ് കൺട്രീസ് ഇൻക്രീസ് ചെയ്തു, നമ്പർ ഓഫ് സബ് ഡിവിഷൻസ് ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് ഇൻസ്പെക്ഷൻസ് ഡിവിഷൻ നമുക്ക് തുടങ്ങാം. അപ്പം അങ്ങനെ ഓരോ തവണയും ഓരോ പുതിയ പുതിയ ഇൻസ്പെക്ഷനിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയിരുന്നു. ഡിസൈൻ തന്നെ നമുക്ക് ഇപ്പം നമുക്ക് 120 കൺട്രീസിലോളം ക്ലയൻസ് ഉണ്ട്. നമുക്ക് ലോകത്തുള്ള എല്ലാ കൺട്രീസിലും ക്ലയൻസ് ആവാം, എല്ലാ കൺട്രീസിലും ഓഫീസ് ആവാം. അപ്പം ഞാൻ എപ്പോഴും കാണുന്നത് SGS വേൾഡ് നമ്പർ 1 ഇൻസ്പെക്ഷൻ കമ്പനി ആയിരുന്നു. അതിനേക്കാളും വലിയൊരു കമ്പനിയായിട്ട് മാറുന്ന ഏരിയസ് ഒരു ദിവസം. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പൊ നമ്മള് ഇൻസ്പെക്ഷൻ മാത്രമല്ല ഡിസൈൻ അതുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പിന്നെ വളർത്തുന്നത്. ഇതിൽ ചോദിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ചോദ്യമുണ്ട്. ഓസ്കാർ നോമിനേഷൻ ഉണ്ടായിരുന്ന നമ്മുടെ ഡാം 999 എന്നുള്ള സിനിമ, അതേ കുറിച്ചിട്ട് എന്താണ്? കാരണം ഒരു അത്രയും റിസ്ക് എടുത്ത വളരെ മനോഹരമായിട്ടൊരു സിനിമ എന്ന് പറയുന്ന, കാരണം ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ടും കൂടെ ചെയ്തൊരു സിനിമയായിരുന്നു. സിനിമ എന്റെ പാഷൻ. ഞാൻ പറഞ്ഞല്ലോ, പൈസ ഉണ്ടാക്കിയിട്ട് വന്ന് സിനിമ ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ തീരുമാനം. അപ്പൊ ഞാൻ ആദ്യം പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അതൊരു ഡിപ്ലോമ എടുത്തു ഫിലിം ഡയറക്ഷനകത്ത്. അതിപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് ഒരു ടെലിവിഷൻ ചാനൽ മെറൈൻ ബിസ് TV എന്ന് പറഞ്ഞ മാരിടൈം ഇൻഡസ്ട്രിക്ക് വേണ്ടി തുടങ്ങി. അത് ചെയ്ത് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ഒരു ഗുരുവിൻ്റെ കീഴിലും, പിന്നെ കമൽ സാറിൻ്റെ കൂടെ ഒരു ശ്രമം നടത്തിയില്ല. അത് ഒരു ഗുരുവിൻ്റെ കീഴിലും പിന്നെ സിനിമ പഠിക്കാൻ പോയില്ല. നമ്മൾ സ്വയം അങ്ങോട്ട് പഠിച്ച് ബാക്കി നമ്മുടേതായ ഐഡിയയിൽ. പക്ഷേ ആ സിനിമ വ്യത്യസ്തമായിരിക്കണമെന്ന് തീരുമാനിച്ചു. അതായത് മറ്റുള്ളവർ പോയ വഴിയിലായിരിക്കരുത്. അങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത പ്രോജക്റ്റാണ് ഡാം 999. ഒരു എല്ലാം നമ്പർ 9നെ ബേസ് ചെയ്തിട്ടാണ്, 99 ടാർഗറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫിലിം മേക്കർ സത്യജിത് റേ, അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം നടക്കാതെ പോയ ഡ്രീമിനെ എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു സിനിമ ഇൻ്റർനാഷണൽ ഫോർമാറ്റിൽ ചെയ്യുക, അതിനെ ഓസ്കാറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇൻ്റർനാഷണൽ ഹോളിവുഡ് ഫോർമാറ്റിൽ ഒരു സിനിമ ചെയ്യുന്നു, വാർണർ ബ്രദേഴ്സ് വഴി ഹോളിവുഡിലെത്തിക്കുന്നു, മെയിൻ സ്ട്രീം ഓസ്കാറിലേക്ക് വന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാവുന്നു. ബാക്കിയൊക്കെ ഫോറിൻ മൂവീസ്, ഡാനി ബോയിലിൻ്റെ ഒക്കെ മൂവി വഴിയാണ് എയർമാനൊക്കെ കിട്ടിക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ ലാംഗ്വേജ് കാറ്റഗറിയിലെ ഒരു സിനിമ അയക്കുന്നത്. മെയിൻ സ്ട്രീമിൽ പോയാലേ ഇതിലെ ടെക്നീഷ്യന്മാർക്കെല്ലാം അതിൻ്റെ ഗുണം കിട്ടത്തില്ല. അങ്ങനെ അവസാനം ഡാം 999 എത്തിക്കുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറ്റ് ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം അച്ചീവ് ചെയ്തു. അതിനുശേഷമാണ് പ്രോജക്റ്റ് ഇൻഡ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലേക്ക്. കാര്യം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ബിഗർ ദാൻ ഹോളിവുഡ്, 3 times ബിഗർ ദാൻ ഹോളിവുഡ്. ആ പ്രോസസ്സ് തുടങ്ങി. അതിനൊരു ഓൾമോസ്റ്റ് 100 ടാർഗറ്റ് സെറ്റ് ചെയ്തു. അതും ഓൾമോസ്റ്റ് മോഡൽസ് എല്ലാം വർക്കൗട്ട് ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിൽ തിയേറ്റർ റെവല്യൂഷൻസ് വന്നു, സ്റ്റുഡിയോ റെവല്യൂഷൻ, ഇന്ത്യ എക്സ്പോർട്ടിങ്ങിൻ്റെ ക്വാളിറ്റി മാറി. ഇന്ന് മലയാള സിനിമ വേൾഡ് സിനിമയ്ക്ക് ഇക്വലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ടാലൻറ്റ് ഹണ്ട് നടത്തണമായിരുന്നു. ടാലൻറ്റ് ഹണ്ട്സ് നടത്തി, ഒരുപാട് ടാലൻസിനെ കണ്ടെത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കാര്യം സിനിമ മേക്കേഴ്സ് എല്ലാം സിനിമ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ഒരു ഡ്രീം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് ഇറങ്ങി. അതാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. അല്ലാതെ ഇതൊന്നും പണം ഉദ്ദേശിച്ച് ചെയ്തൊന്നുമല്ല, ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന സാധനമാണ്. കാര്യം ഒരിടത്തുനിന്ന് എൻ്റെ പ്രൊഫഷനെ വെച്ചിട്ട് ഐ എം മേക്കിംഗ് മണി. പക്ഷേ അവിടെ നിന്നേക്കാളും കൂടെ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എൻ്റെ പാഷൻ്റെയും ടാലൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ജീവിതം വളരെ സന്തോഷകരമായിരിക്കുന്നു. അതെ, സോഹൻ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും റോൾ മോഡലാക്കാൻ പറ്റിയ വ്യക്തിത്വം പല ആളുകളുടെയും റോൾ മോഡലാണ്. ഒപ്പം തന്നെ സ്പോർട്സ്, ആർട്സ്, അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിക്കോട്ടെ, അതിലെല്ലാം നമ്പർ 1 നിൽക്കുന്ന വ്യക്തി എന്നുണ്ട്. ഇപ്പം ഇന്റർവ്യൂ കഴിയുന്ന സമയത്ത് ഞാൻ പറയുന്നു, അതിൽ നിന്നൊക്കെ ഒരു പടി മേലേക്ക് നിർത്തേണ്ട ഒരു കാര്യം, ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തി.
അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ്? ഹാപ്പിനെസ് ആണ്. നമ്മളിപ്പോൾ ചില ആളുകൾ പറയും ഞാൻ ഫുഡിയാണെന്ന് പറയും. അവരും ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. സോ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ബിസിനസ് ആയിക്കോട്ടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു സിസ്റ്റത്തിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യം. ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യണം. അതെ. ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് 4 ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഈ ഹാപ്പി ഹോർമോൺസ് കിട്ടാൻ ഒന്നെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഡോപ്പമിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് വരും. അത് എല്ലാ ദിവസവും രാവിലെ എണീറ്റിരുന്ന ഒരു 25 ജോബ് അങ്ങോട്ട് എഴുതി വെക്കുക. ഞാൻ ഇന്ന സാധനങ്ങൾ ചെയ്യുക. അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഹാപ്പിനെസ് വരും. അതെ. ഒരു ദിവസം നിങ്ങൾക്ക് മര്യാദ ചെയ്താൽ ലൈഫ് മുഴുവൻ ഇതേപോലെ ചെയ്താൽ ലൈഫ് മുഴുവൻ ഹാപ്പിനെസ് അല്ലേ. മുഴുവൻ happy. അതിനിടയ്ക്ക് ഒരു 5 ഇയർ പ്ലാൻ വെക്കുക, ആനുവൽ പ്ലാൻ വെക്കുക. ഇതൊക്കെ വെക്കുമ്പോൾ ഓരോന്നും അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമേ വരത്തുള്ളൂ. അതെ. അതിനോടൊപ്പം തന്നെ ഹാപ്പിനെസ് കിട്ടുന്ന വേറെ കുറേ ഓരോ ഹോർമോണിനും ഓരോ റിക്വയർമെൻറ്റാണ്. നിങ്ങൾ ലവ്ഡ് വൺസിനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പം ഹാപ്പി ഹോർമോൺസ് കിട്ടും. നിങ്ങളുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുമ്പോൾ മറ്റൊരു ഇത് കിട്ടും. നല്ല ഫുഡ് ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കാൻ ഒരു ഇത് വരുമ്പോൾ കിട്ടും. അങ്ങനെ ഓരോന്നിനും ഈ ഹോർമോൺസിനെ കുറിച്ച് പഠിച്ചാൽ തന്നെ ആ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആകും. അതിനുവേണ്ടിയുള്ള വളരെ സിമ്പിൾ ഒരു മെത്തേഡ് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. എഫിസത്തിനകത്ത് പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾ 24 മണിക്കൂർ നിങ്ങൾക്ക് എനിക്കും ഉള്ളതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ 1:1:1. 8 മണിക്കൂർ നിങ്ങളുടെ ബോഡിക്ക്, 8 മണിക്കൂർ നിങ്ങളുടെ മൈൻഡിന്, 8 മണിക്കൂർ നിങ്ങളുടെ കർമ്മത്തിന്. അതായത് നിങ്ങളുടെ തൊഴിലെന്താണ് അതിനെ കറക്റ്റ് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഹാപ്പി. യെസ്. ആ 3 രീതിയിൽ തന്നെ ഒരു 24 മണിക്കൂർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇതിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് വളർന്നു വരുന്ന കുട്ടികളിൽ നിങ്ങൾ മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും പാരൻസിനും ടീച്ചേഴ്സിനും മറ്റുള്ള എല്ലാവർക്കും അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ +2 കഴിഞ്ഞിട്ടാണ് നിനക്കിനി അവന്റെ കാര്യം നോക്കിക്കോളും, അത്തരത്തിലല്ല. ആ ഒരു പ്രായം വരെ കുട്ടികളെ വളരെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും വളരെ സിമ്പിളാണ്. ഇനി ആർക്കെങ്കിലും ഇതിൽ ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഒപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവർ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ എന്റർപ്രണേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഒരു തിയേറ്റർ ക്ലാസ് റൂം ചെയ്യുക. ഇവിടെ ഞങ്ങൾക്ക് ഓൾറെഡി കണ്ടന്റ്സും സാധനം എല്ലാം ഉണ്ട്. ഞങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് ഒന്ന് കയറിയാൽ മതി. നിങ്ങളുടെ സ്കൂളിനെ മാറ്റിയെടുക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ഇതിനെ മാറ്റിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഏതെങ്കിലും ഒരു നല്ല എന്റർപ്രണർ കാണുമല്ലോ, ആ വ്യക്തിയെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു തിയേറ്റർ ഇതുപോലെ ചെയ്തു തരാൻ അറിയുക. അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ പിരിച്ചിട്ട് ഒരു തിയേറ്റർ ഉണ്ടാക്കുക. ഈ നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഈവൻ ഞങ്ങളിപ്പോൾ റിലയൻസുമായിട്ട് ചേർന്നിട്ട് എംബൈബ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഈ സ്കൂളിൽ പോയിട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരെ പഠിക്കുന്ന സാധനം നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇവരുടെ ബ്രെയിനിലേക്ക് കയറ്റാനുള്ള കണ്ടന്റ്സ് വഴി കയറ്റാനുള്ള നമ്മൾ ഉണ്ടാക്കി. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് ഈ പോയിട്ട് മനസ്സിലാവാത്ത രീതിയിൽ ഇതൊക്കെ പഠിക്കുന്നത്? അപ്പൊ അതിനോടൊപ്പം തന്നെ അത് ഞങ്ങളുടെ ജോബല്ല. അത് നിങ്ങൾ ഏതായാലും ഇവിടുത്തെ അക്കാഡമിക് സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പരീക്ഷ എഴുതിയേ പറ്റത്തുള്ളൂ, സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ. പക്ഷേ സപ്ലിമെന്ററി സിസ്റ്റം പഠിക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങളോടൊപ്പം കയറണമെങ്കിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുക. അല്ല, ഇത് വളരെ വലിയൊരു ഓഫറാണ് കേട്ടോ. കാരണം ഇതുപോലൊരു മെന്ററെ കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല. അപ്പം നിങ്ങൾക്കും ഈ ഒരു മെന്ററിനെ നിങ്ങളെ സ്വന്തമാക്കാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു തിയേറ്റർ സെറ്റപ്പ് എല്ലാം ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിലോട്ട് വന്നാൽ മതി. ഞങ്ങൾ എയിംറി ഗൂഗിൾ ചെയ്തിട്ട് എയിംറി എന്ന് ആയി കഴിഞ്ഞാൽ എയിംറിയെ കോൺടാക്ട് ചെയ്യേണ്ട സംവിധാനമുണ്ട്. ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും കയറിയിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഇവർ കോൺടാക്ട് ചെയ്തോളൂ, ഗൈഡ് ചെയ്തോളൂ. എനിക്ക് ഒരാളെ വഴി ദൈവം സഹായിച്ച് ദൈവം എനിക്കെല്ലാം തരുന്നുണ്ട്. ഇനി അടുത്ത ജനറേഷന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ പറ്റണം. ഐ ആം മോർ ദാൻ ഹാപ്പി ടു ഗൈഡ് യു. അതാണ് അത്. സക്സസ് സ്റ്റോറിയിൽ ഇന്ന് വരെ ഒരു ഓൺട്രപ്രണറും അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഈ പറയുന്ന പോലെ ബിസിനസ് എന്നുള്ളതിനാണ് മെജോറിറ്റി. പക്ഷെ ബിസിനസ്സിനൊപ്പം തന്നെ മറ്റുള്ളവരും വെൽ സെറ്റിൽഡ് ആയിരിക്കണം, മെന്റലിയും ഫിനാൻഷ്യലിയും എല്ലാം കൊണ്ടും അവർ സെറ്റിൽഡ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓൺട്രപ്രണർ. തീർച്ചയായിട്ടും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് പേരുടെ മെന്റർ ആവാൻ സാധിക്കട്ടെ. കാരണം ഈ നാട് മൊത്തം നന്നാവട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലയാളികൾ മടിയന്മാർ, അതൊക്കെ കൂടെ മാറി മലയാളികൾ നല്ല എനർജറ്റിക് ആയിട്ട് മാറട്ടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.